ട്രെയിനിങ് കോളേജിലേക്ക് ഔപചാരികമായി ഒരു കുട്ടി കടന്നു വരുന്നത് ഞങ്ങൾ വളരെ സന്തോഷത്തോടെയാണ് സ്വീകരിക്കുന്നത്. അതിലേറെ അഭിമാനത്തോടെ സന്തോഷത്തോടെയാണ് ഔപചാരികമല്ലാതെ ഒരു അഡ്മിഷൻ എടുക്കാതെ മറ്റൊരു കുട്ടി ഈ ഒരു ക്യാമ്പസിലേക്ക് കടന്നു വരിക എന്നുള്ളത്. അത് പലതരത്തിലാകാം. ഇവിടുന്ന് പഠിച്ചുപോയ കുട്ടികൾ വീണ്ടും വരുന്നു, അവര് ഔപചാരികം തന്നെയാണ്. ഈ ഒരു സ്ഥാപനത്തെ കേട്ടറിഞ്ഞ് ഞങ്ങൾ നടത്തുന്ന എളിയ പ്രവർത്തനങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കാൻ ഞങ്ങൾ അതിഥികളായി എത്തിയ വിദ്യാർത്ഥികൾ കാണിച്ച വലിയ മനസ്സിനെ വളരെ താഴ്മയോടുകൂടി നോക്കിക്കണ്ടുകൊണ്ട്, സ്നേഹാദരവോടുകൂടി നോക്കിക്കണ്ടുകൊണ്ടാണ് ഈ ഒരു സെക്ഷൻ ഞങ്ങൾ ആരംഭിക്കുന്നത്. നൗഫൽ സാർ പറഞ്ഞതുപോലെ കോളേജ് വെറും ടീച്ചിങ് ലേണിംഗ് ആക്ടിവിറ്റീസിൽ ഒതുങ്ങി നിൽക്കുന്നതിനപ്പുറം സമൂഹം ഉണ്ടാക്കിക്കൊണ്ടുവന്ന ഈ ഒരു സ്ഥാപനത്തെ സമൂഹത്തിന് വേണ്ടി സമർപ്പിക്കുക എന്ന നിശ്ചിതമായ കർത്തവ്യം ഞങ്ങളിൽ നിക്ഷിപ്തമാണ്. ആ അർത്ഥത്തിൽ ഫറൂഖ് ട്രെയിനിങ് കോളേജിനെ എക്സ്റ്റെൻഡ് ചെയ്യുക, ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ തന്നെ പ്രധാനപ്പെട്ട 3 അടിത്തൂണുകളാണ് ടീച്ചിങ്, റിസർച്ച് ആൻഡ് എക്സ്റ്റൻഷൻ. അധ്യാപനവും ഗവേഷണവും എക്സ്റ്റൻഷനും അതിൻ്റെ ഭാഗമാണ്. ആ അർത്ഥത്തിൽ ഈ സമൂഹം ഞങ്ങളിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്വം തീർച്ചയായും തിരിച്ച് നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരം എക്സ്റ്റൻഷൻ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ സജീവമായി ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഔട്ട്റീച്ച് പ്രോഗ്രാംസിൽ ധാരാളം പ്രോജക്റ്റുകൾ ഇവിടെ നമ്മുടെ കോളേജിലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോജക്റ്റാണ് ഒരു പരീക്ഷാ പരിശീലനം അല്ലെങ്കിൽ കോച്ചിങ് എന്നതിനപ്പുറം. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രോഗ്രാമിന് പ്രോസ്പെക്റ്റീവ് ടീച്ചർ എംപവർമെന്റ് പ്രോഗ്രാം പ്രോജക്റ്റ് PTEP എന്ന് പേരിട്ടത്. ആ ടൈറ്റിലിൽ തന്നെ ഒരുപാട് അർത്ഥതലങ്ങൾ ഉണ്ട്. കേരളത്തിലെ അധ്യാപകരാകാൻ പോകുന്ന ആളുകളുടെ എംപവർമെന്റ് ആണ് ഞങ്ങൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. എനിവേ, നമുക്ക് കുറച്ച് സമയമേ ഉള്ളൂ. ഈ ഒരു പ്രോഗ്രാം കേട്ടറ്റ് പരിശീലനം ഞങ്ങളുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. ഇവിടെ BEdനും MEdനും ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് അധ്യാപന പരിശീലനവുമായി ബന്ധപ്പെട്ട എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനും കൃത്യമായി ക്വാളിഫൈ ചെയ്യുന്നതിനുള്ള എല്ലാ അർത്ഥത്തിലുള്ള പിന്തുണയും നൽകുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. അതുകൊണ്ട് ഇവിടെ BEdന് ചേർന്ന എല്ലാ വിദ്യാർത്ഥികളും കേട്ടറ്റ് ക്വാളിഫൈ ചെയ്തിട്ട് ഇവിടുന്ന് പോകാവൂ എന്ന ഒരു നിർബന്ധ ബുദ്ധി ഞങ്ങൾക്കുണ്ട്. അതേപോലെ തന്നെ ഇവിടെ BEdനും MEdനും ചേരുന്ന വിദ്യാർത്ഥികൾ സെറ്റ്, നെറ്റ് പോലുള്ള പരീക്ഷകൾ ക്വാളിഫൈ ചെയ്യണം എന്ന നിർബന്ധ ബുദ്ധി ഞങ്ങൾക്കുണ്ട്. ആ അർത്ഥത്തിൽ എല്ലാ ബാച്ചിനെയും ഇതിലേക്ക് മോട്ടിവേറ്റ് ചെയ്യുക, അതിനുവേണ്ട എല്ലാ പ്രവർത്തനങ്ങളും നടത്തുക എന്നുള്ളത് നമ്മുടെ ഫറൂഖ് ട്രെയിനിങ് കോളേജിന്റെ മിഷൻ ആയി ഞങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാണ് ഈ പ്രോഗ്രാം. അങ്ങനെ ഇന്ന് ആരംഭിക്കുന്ന ഈ ഒരു കേട്ടറ്റ് പരിശീലന പരിപാടി ഔപചാരികതയ്ക്ക് വേണ്ടി എൻ്റെ പ്രിയപ്പെട്ട 2019-21 ബാച്ചിലെ BEd MEd വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്ന അവരുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി, ബാക്കി ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്ത എല്ലാവരുടെയും അനുമതിയോടുകൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുകയാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ നൗഫൽ സാർ പറഞ്ഞ പോലെ നമുക്ക് ഒത്തൊരുമിച്ച് കൃത്യസമയം പാലിച്ച് ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാം. മുൻകാലങ്ങളിൽ ഞങ്ങൾ നടത്തിയ എല്ലാ പ്രോഗ്രാമിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ടൈം കീപ്പിംഗ് എന്നുള്ളതാണ്. 10:30 എന്ന് പറഞ്ഞാൽ 10:29 തന്നെ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകും. കൃത്യമായ ഫാക്കൽറ്റി ആ സമയത്തെത്തും. നിയതമായ ടൈം ഫ്രെയിമിൽ ആ കാര്യങ്ങൾ തീർക്കുകയും ചെയ്യും. അപ്പൊ ആദ്യത്തെ ഒരു സെഷൻ എന്നുള്ള നിലയിൽ ചില പ്രാഥമികമായ ഈ ഒരു പരിശീലനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഓഫീസിലായതുകൊണ്ട് ഓഫീസിന്റെ ചില തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനിടയിലാണ് ഇങ്ങനെ ഒരു സംഗതിയിലേക്ക് ഞാൻ പോകുന്നത്. ഒരു ചെറിയ സ്ലൈഡ് എൻ്റെ സംസാരം കൂടുതൽ ഡീവിയേറ്റ് ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അത് മറ്റൊരു ഐഡിയയിൽ നിന്ന് നിങ്ങൾക്ക് പിൻ ചെയ്താൽ ലഭിക്കും. ഇപ്പൊ ഞാനത് പ്രസന്റ് ചെയ്യുകയാണ്.
സ്ലൈഡ് കാണാം എന്ന് വിചാരിക്കുന്നു. ശബ്ദവും ക്ലിയർ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാണാം സർ, ക്ലിയർ ആണ്. ക്ലാസ് തുടങ്ങി. വിളിക്കും. ഇല്ല, പറയാം. ഓക്കെ, കേട്ടറ്റ് അഥവാ കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ്. It is the largest criterion competitive examination in connection with the teacher eligibility in the state of Kerala. സ്ലൈഡ് കാണുന്നില്ല എങ്കിൽ ഞാനിപ്പോൾ സംസാരിച്ച് 2 ഐഡിയയിൽ നിന്ന് ഞാൻ കയറിയിട്ടുണ്ട്. രണ്ടും പ്രിൻസിപ്പൽ എന്നുള്ളതാണ്. നിങ്ങളുടെ മൊബൈലിൽ പാർട്ടിസിപ്പന്റ് ലിസ്റ്റിൽ നോക്കിയാൽ സ്ലൈഡ് കാണാം. അവിടെ ഒന്ന് ടച്ച് ചെയ്താൽ മതി, അപ്പോൾ അത് മെയിൻ സ്ട്രീമിലേക്ക് വരും. ഓക്കെ, രണ്ടും പ്രിൻസിപ്പൽ ആവും. ഒന്ന് FTC പ്രിൻസിപ്പൽ ആവും, മറ്റൊന്ന് പ്രിൻസിപ്പൽ FTC എന്നുള്ള 2 ഐഡിയയിൽ നിന്ന് ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. FTC പ്രിൻസിപ്പൽ എന്നുള്ള പാർട്ടിസിപ്പന്റിനെ നിങ്ങൾ പിൻ ചെയ്താൽ മതി, അപ്പോൾ മെയിൻ സ്ട്രീമിലേക്ക് സ്ലൈഡ് വരും. ഓക്കെ, ഇനി this is the largest criterion competitive examination in connection with the teacher eligibility of Kerala. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യം കണ്ടന്റ് സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അധ്യാപനം എന്നുള്ള ഒരു മെയിൻ കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ട് തന്നെ ആയിരിക്കും. അങ്ങനെ നമുക്ക് സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം ഈ ഒരു പരീക്ഷയുടെ സിലബസിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ഇതിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ പ്രോസ്പെക്ടസിലുള്ള ചില കാര്യങ്ങൾ ഞാൻ സ്ക്രീൻഷോട്ട് ആയിട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങളത് വായിച്ചതാണ്, പക്ഷേ ഞാനത് മറ്റ് ചില തലങ്ങളിലൂടെ വായിക്കാൻ വേണ്ടി നിങ്ങളെ പ്രേരിപ്പിക്കുകയാണ്. Before starting anything, I would like to remind you that when we are appearing or preparing for a competitive examination, this statement is very crucial. What you are preparing, എന്താണ് നിങ്ങൾ അതിനു വേണ്ടി തയ്യാറാകുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ബട്ട് ഹൗ യു ആർ പ്രിപ്പയറിംഗ് ഈസ് മോർ ആൻഡ് മോർ സിഗ്നിഫിക്കൻറ്റ്. ഇതാണ് എനിക്ക് ആദ്യം നിങ്ങളോട് പറയാനുള്ളത്. വാട്ട് യു ആർ പ്രിപ്പയറിംഗ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ ആ പരീക്ഷയ്ക്ക് വേണ്ടി എന്ത് മുന്നൊരുക്കമാണ് നടത്തിയത്, എത്രത്തോളം പഠിച്ചു, എത്ര ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ റിവ്യൂ ചെയ്തു, എത്ര പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പരിശീലിച്ചു, എത്ര ക്ലാസ് അറ്റൻഡ് ചെയ്തു, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഈ കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ടത് ഈ വാട്ടിനെ മാറ്റി ഹൗ എന്നുള്ള ഫ്രേസ് വെക്കുമ്പോഴാണ്, ആ ക്വസ്റ്റ്യൻ വേർഡ് വെക്കുമ്പോഴാണ്. ഞാൻ നേരത്തെ പറഞ്ഞതിനെ നിന്ന് ഒന്ന് നോക്കൂ. നിങ്ങൾ എന്ത് തയ്യാറാക്കി എന്നതിന് പകരം നിങ്ങൾ എങ്ങനെ തയ്യാറാക്കി, നിങ്ങൾ എത്ര ക്ലാസ് നിങ്ങൾ പങ്കെടുത്തു, ആ എത്ര ക്ലാസ് എന്ന് എന്ത് ക്ലാസ്സിൽ നിങ്ങൾ പങ്കെടുത്തു, നിങ്ങൾ ആ ക്ലാസ്സിൽ എങ്ങനെ പങ്കെടുത്തു, നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എത്ര എണ്ണം റെഫർ ചെയ്തു, നിങ്ങളത് എങ്ങനെ റെഫർ ചെയ്തു, നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം മുന്നൊരുക്കങ്ങളാണ് നടത്തിയത്, അത് എങ്ങനെയാണ് ചെയ്തത്. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആ ഒരു ആസ്പെക്റ്റിൽ മാത്രം നിന്നുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുക. ചിലപ്പം ചില കണ്ടന്റുകളൊക്കെ കയറി വന്നേക്കാം, പക്ഷേ ഞാനിന്ന് ഒരു കണ്ടന്റും പറയില്ല. ഓരോ പേപ്പർ വൈസുള്ള ക്ലാസ്സുകൾ കൃത്യമായി നമ്മുടെ PTET ടീം ഇവിടെ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അവർ ആ മേഖല നിങ്ങളെ പരിചയിക്കും. ഞാൻ ഒരു മേഖലയിലേക്കും പോകില്ല. ഇതിൽ ആദ്യം ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഈ കേട്ടറ്റ് പരീക്ഷയുടെ ഒരു കാച്ചിങ് വേർഡാണ്. ഇറ്റ് ഈസ് ദ ഗേറ്റ് വേ ടു ദ ടീച്ചിങ് ഇൻ ജനറൽ എഡ്യൂക്കേഷൻ. അധ്യാപനം എന്ന് പറയുന്ന പൊതുവിദ്യാഭ്യാസ മേഖലയിലെ അധ്യാപനം എന്ന് പറയുന്നിടത്തേക്കുള്ള വലിയ ഗേറ്റ് വേ ആണ് കേട്ടറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ വലിയ പശ്ചാത്തലമൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കും നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ NCFT 2009 ഇവരൊക്കെ മുന്നോട്ട് വെച്ച വലിയ ദേശീയമായ ഒരു കാഴ്ചപ്പാടുണ്ട് അധ്യാപനത്തെ സംബന്ധിച്ച്. അതായത് ഭാരതത്തിലെ ഈ വിദ്യാഭ്യാസ മേഖലയിൽ പണിയെടുക്കുന്ന ആളുകൾ കൃത്യമായ ക്വാളിറ്റിയുള്ള ആളുകൾ ആയിരിക്കണം. അതിനുവേണ്ടി അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ അധ്യാപനവും കൃത്യമായി ഗൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു ക്വാളിറ്റി ക്രൈറ്റീരിയ ഉണ്ടായിരിക്കണം. ആ ഒരു ചിന്തയിൽ നിന്ന്, ആ ഒരു പോളിസിയിൽ നിന്നാണ്
ഇത്തരത്തിലുള്ളൊരു ടെസ്റ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ടെസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഗേറ്റ് വേ ടു ദ ടീച്ചിങ് ഇൻ ജനറൽ എഡ്യൂക്കേഷൻ. പൊതുവിദ്യാഭ്യാസ മേഖലയിലേക്കുള്ള അധ്യാപനത്തിലേക്കുള്ള കവാടമാണ് ഈ ഒരു പരീക്ഷ എന്ന് പറയുന്നത്. ആ കവാടത്തിൽ നിങ്ങളെ സ്ക്രീൻ ചെയ്യാൻ പോവുകയാണ്. എല്ലാ ക്വാളിഫിക്കേഷനും എടുത്തു വന്ന എല്ലാ ആളുകളെയും നമ്മൾ അതിലേക്ക് ആ കവാടത്തിലൂടെ കയറ്റി വിടുന്നത് ശരിയല്ല എന്ന തിരിച്ചറിവിന്റെ വെളിച്ചത്തിലായിരിക്കാം ഇത്തരം ഒരു ക്രൈറ്റീരിയൻ വെച്ചിരിക്കുന്നത്. കാരണം ക്വാളിഫിക്കേഷൻ എടുത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവാം. അവരെ ആരും അധ്യാപനത്തിന് യോഗ്യരല്ല എന്നതിനർത്ഥമില്ല. മറിച്ച് അവരിൽ ഏറ്റവും യോഗ്യരായ ആളുകൾ ആദ്യം പഠിപ്പിക്കട്ടെ എന്നുള്ളതാണ്. ഏറ്റവും യോഗ്യരായ ആളുകൾ ആദ്യം പഠിപ്പിക്കട്ടെ. കാരണം ഈ പഠിപ്പിക്കുന്നത് നമ്മളെ വിദ്യാർത്ഥികളെയാണ്, നമ്മളെ സമൂഹത്തെയാണ്. അത് നാളത്തെ സമൂഹത്തെ പടുത്തുയർത്താൻ വേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായതുകൊണ്ട് തന്നെ അവിടെ പണിയെടുക്കുന്ന ആളുകൾ തീർച്ചയായും അതിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ഒരു കോംപ്രമൈസും ഉണ്ടാവാൻ പാടില്ല എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ അർത്ഥത്തിൽ ഇറ്റ് ഈസ് ദ ഗേറ്റ് വേ ടു ദ ടീച്ചിങ് ഇൻ ജനറൽ എഡ്യൂക്കേഷൻ. പൊതുവിദ്യാഭ്യാസ മേഖല ഒട്ടും മോശമല്ല. ഇന്നത്തെ പൊതുവിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത് മാന്യമായ ശമ്പളവും നല്ല പദവിയും പ്രദാനം ചെയ്യുന്ന ഒരു മേഖലയാണ്. കാറ്റഗറി 3 പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങൾ ഹൈസ്കൂളിനെയാണ് എയിം ചെയ്യുന്നത്. പൊതുവിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും ഗ്ലാമർ മേഖല എന്ന് പറയുന്നതും ഹൈസ്കൂളാണ്. പ്രൈമറിക്ക് വലിയ പ്രാധാന്യമുണ്ട് അതിൻ്റെ അടിസ്ഥാനപരമായ തത്വശാസ്ത്രപരമായ അർത്ഥത്തിൽ. പക്ഷേ ജനറൽ എഡ്യൂക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും നന്നായി ഫ്ലറിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലയും ഏറ്റവും ആളുകൾ വളരെ ക്രൂഷ്യലായി കണ്ടുകൊണ്ടിരിക്കുന്ന മേഖലയും ഹൈസ്കൂൾ സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയാണ്. കാര്യം എക്സിറ്റ് ലെവലിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷ നടക്കുന്നത് 10ാം ക്ലാസ് SSLC പരീക്ഷയും അതിന്റെ പ്രാധാന്യമൊക്കെ നിങ്ങൾക്കറിയാം. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ സൂചിപ്പിക്കുന്നില്ല. ആ ഒരു മേഖലയിലേക്കാണ് പോകുന്നത്. ആ അർത്ഥത്തിൽ ജനറൽ എഡ്യൂക്കേഷന്റെ ഏറ്റവും കാതലായ ഒരു വശത്തിലേക്കാണ് നിങ്ങളെ ഈ ഒരു ടെസ്റ്റ് കൂട്ടിക്കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു പണിയാളാകുന്നതിന് വേണ്ടി സർക്കാരും ദേശീയ തലത്തിൽ നിശ്ചയിച്ച ഒരു പരീക്ഷ പാസ്സാവുക എന്ന വലിയ ദൗത്യത്തിലേക്ക് ആണ് നിങ്ങൾ നടന്നെടുക്കുന്നത് ഈ ഒരു പരിശീലനത്തിലൂടെ ഇതിൽ പങ്കെടുക്കുമ്പോൾ. ആ തരത്തിൽ നിങ്ങളുടെ മനസ്സിനെ ഉയർത്താൻ നിങ്ങൾ ആദ്യം തയ്യാറാവണം. അതല്ലാതെ ഫറൂഖ് ട്രെയിനിങ് കോളേജിൽ എല്ലാ കോഴ്സുകൾക്കും ബൂസ്റ്റപ്പ് പ്രോഗ്രാം ഉണ്ട്. ഇപ്പോൾ കോവിഡൊക്കെ ആയതുകൊണ്ട് ഓൺലൈനിൽ ഒരു പ്രോഗ്രാം നടത്തുന്നു, ഞാനും അതിന്റെ ഭാഗമായിക്കൊള്ളട്ടെ എന്ന അർത്ഥത്തിലല്ല. മറിച്ച് അനുദിനം വലിയ കോമ്പറ്റേറ്റീവ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ മേഖലയിൽ ദേശീയ തലത്തിൽ ഗുണനിലവാരമുള്ള ടീച്ചേഴ്സിനെ ഫിൽട്ടർ ചെയ്യുന്ന ഒരു പ്രക്രിയയിൽ എൻ്റെ കഴിവിനെ കൃത്യമായി എക്സ്പോസ് ചെയ്ത് അതിൽ ഞാൻ സ്റ്റാമ്പ് ചെയ്യപ്പെടണം. അതിനുവേണ്ടി നടത്തുന്ന മനഃപൂർവമായ ഒരു പ്രക്രിയയിൽ ഞാനും മനഃപൂർവമായി ഭാഗമാകുന്നു എന്ന അർത്ഥത്തിൽ നിങ്ങൾ ഇതിനു വേണ്ടി എല്ലാം മറന്ന് രംഗത്തിറങ്ങണം. അതാ ഞാൻ പറഞ്ഞത്, വാട്ട് യു ആർ പ്രിപ്പയറിംഗ് ഈസ് ഇമ്പോർട്ടൻറ്റ്, ബട്ട് ഹൗ യു ആർ പ്രിപ്പയറിംഗ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആ അർത്ഥത്തിൽ നിങ്ങൾ ഇതിനെ നോക്കിക്കാണണം. ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഈ പ്രോസ്പെക്ടസിലെ ഒരു ചെറിയ റൈറ്റപ്പ് ആണ്. 2009 വിദ്യാഭ്യാസ അവകാശ നിയമം റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് അധ്യാപകരുടെ നിയമന കാര്യത്തിൽ നിലവാരം ഉറപ്പുവരുത്തുന്നതിന് സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അധ്യാപകരായി നിയമിക്കപ്പെടുന്ന വ്യക്തികൾക്ക് അധ്യയനത്തിന്റെ എല്ലാ നിലയിലുമുള്ള വെല്ലുവിളികളെ സമർത്ഥമായി നേരിടുവാനുള്ള അത്യാവശ്യ അഭിരുചിയും കഴിവും ഉണ്ടാകേണ്ടതുണ്ട്. ഇതില് ഇങ്ങനെ നിയമിക്കപ്പെടാനുള്ള നിലവാരം നിർണ്ണയിക്കുന്നതിനായി നടത്തപ്പെടുന്ന യോഗ്യതാ പരീക്ഷയാണ് കേട്ടറ്റ്. ഇതേക്കുറിച്ച് എനിക്കൊരാഴ്ച സംസാരിക്കാനുണ്ട്, പേടിക്കണ്ട. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം ഇതേ ഉള്ളൂ. ആ രണ്ടാമത്തെ സെന്റൻസ് നോക്കൂ. അധ്യാപകരായി നിയമിക്കപ്പെടുന്ന വ്യക്തികൾക്ക് അധ്യയനത്തിന്റെ എല്ലാ നിലയിലുമുള്ള വെല്ലുവിളികളെ സമർത്ഥമായി നേരിടുവാനുള്ള അത്യാവശ്യ അഭിരുചിയും കഴിവും ഉണ്ടാകേണ്ടതുണ്ട്. ദിസ് ഈസ് ദ പ്രൈം സെന്റൻസ്. ഒരു കോഴ്സ് കഴിഞ്ഞതുകൊണ്ട് ഈ കോഴ്സ് കഴിഞ്ഞ് ക്വാളിഫിക്കേഷൻ അക്വയർ ചെയ്ത എല്ലാവർക്കും ഇത്തരത്തിലുള്ള കഴിവുണ്ടോ? അധ്യയനത്തിന്റെ എല്ലാ നിലയിലുമുള്ള വെല്ലുവിളികളെ സമർത്ഥമായി നേരിടുവാനുള്ള അത്യാവശ്യ അഭിരുചിയും കഴിവും ഉണ്ടോ? ചോദ്യമാണ്. ഉത്തരം ഞാൻ ഇങ്ങനെയാണ് അതിനെ കാണുന്നത്. B.Ed കഴിയുന്ന കുട്ടിക്ക്, ഹൈസ്കൂളിലെ കാര്യം മാത്രം പറഞ്ഞാൽ, ഈ പറഞ്ഞ വെല്ലുവിളിയും കഴിവും ഒക്കെ ഉള്ള ധാരാളം കുട്ടികൾ ഇതിലുണ്ടാവും, നോ ഡൗട്ട്. ചില ആളുകൾ ഈ വെല്ലുവിളികളെ ഒന്നും കാര്യമായി അഡ്രസ് ചെയ്തിട്ടുണ്ടാവില്ല. ചില ആളുകൾ ഈ വെല്ലുവിളികളൊക്കെ പ്രാപ്തമായ കഴിവൊക്കെ ഉണ്ടായിട്ട് മിണ്ടാണ്ടിരിക്കുന്നുണ്ടാവും. ചില ആളുകൾ ഈ വെല്ലുവിളികളൊക്കെ എനിക്കുണ്ട് എന്ന് ഈ കോഴ്സിലൂടെ തെളിയിച്ച്
കോഴ്സ് കഴിഞ്ഞും തുടർന്നും ആ കഴിവുകൾ എവിടെ പോയാലും അത് കൃത്യമായി എക്സ്പോസ് ചെയ്തുകൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. ഈ പരീക്ഷ, ഇവിടെ നടക്കുന്ന പരിശീലനത്തിലെ നാളെ തൊട്ട് തുടങ്ങുന്ന ഓരോ സെഷനും ആ സെക്ഷനിൽ ആരൊക്കെ എന്തൊക്കെ പാഠഭാഗങ്ങൾ പറയുന്നുണ്ടോ ആ പാഠഭാഗങ്ങളൊക്കെ നിങ്ങൾ സ്വാംശീകരിച്ച് നിങ്ങൾ ഈ പരീക്ഷ നടത്തുന്ന കേരളത്തിലെ പരീക്ഷാ ഭവൻ എന്ന് പറയുന്ന ഏജൻസിയോട്, ഇതിന്റെ ഇവാലുവേഷൻ നടത്തുന്ന ആ ഒരു കൺസെപ്റ്റിനോട് ഉറക്കെ വിളിച്ചു പറയേണ്ടത് ഞാൻ ഇതിന് കേപ്പബിൾ ആണ് എന്നാണ്. ഏതിന് കേപ്പബിൾ ആണ്? അധ്യയനത്തിന്റെ എല്ലാ നിലയിലുമുള്ള വെല്ലുവിളികളെ സമർത്ഥമായി നേരിടുവാനുള്ള അത്യാവശ്യ അഭിരുചിയും കഴിവും എനിക്കുണ്ട് എന്ന് നിങ്ങൾ നിസ്സംശയം ഈ ഒരു ടെസ്റ്റിലൂടെ കാണിച്ചു കൊടുക്കണം. അപ്പൊ എന്റെ ടാസ്ക്, പീട്ടപ്പിന്റെ ടാസ്ക് ഇതാണ്. ഇത് കാണിച്ചു കൊടുക്കാനുള്ള പൊട്ടൻഷ്യൽ നിങ്ങളിലുണ്ട്, ഓരോരുത്തരിലും ഉണ്ട്. പക്ഷേ അത് കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കുന്നില്ല. ഈ ഒരു പ്രോഗ്രാം ഞങ്ങൾ ശ്രമിക്കുന്നത് അത് മാത്രമാണ്. നിങ്ങൾക്കുള്ളിലുള്ള ഈ അർത്ഥത്തിലുള്ള വെല്ലുവിളികളെ നേരിടാനുള്ള കഴിവ് നിങ്ങളിലുണ്ട് എന്ന് നിങ്ങളോട് നോക്കാൻ വേണ്ടി പറയാണ്. നിങ്ങൾ ഏത് സ്ഥാപനത്തിൽ നിന്ന് കോഴ്സ് കഴിഞ്ഞാലും, FTC എന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ അഭിമാനത്തോടെ പറയും, ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് ഈ ഒരു പൊട്ടൻഷ്യൽസ് ഒക്കെ 2 വർഷത്തെ B.Ed പ്രോഗ്രാമിലൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ആ സ്ഥാപനത്തിൽ നിന്ന് മാത്രമല്ല, അധ്യാപനത്തിന്റെ ഇത്തരം വെല്ലുവിളികളെ നേരിടാനുള്ള സമർത്ഥമായ സ്കില്ലുകൾ നിങ്ങൾ എവിടുന്ന് തുടങ്ങി? ഫ്രം ദ വോം, അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് തുടങ്ങി. ഗർഭം ധരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ലോകത്തിലെ ഏറ്റവും മഹത്തരമായ ടീച്ചർ എന്ന് നമ്മളൊക്കെ വിശേഷിപ്പിക്കുന്ന നമ്മുടെ അമ്മ നമ്മളെ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ അന്ന് ക്ലാസ് കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കൺസെപ്ഷൻ തുടങ്ങിയ കാലം തൊട്ട് പ്രസവിക്കുന്നത് വരെ, പ്രസവിച്ചതിന് ശേഷം സ്കൂളിൽ വരുന്നത് വരെ, സ്കൂളിൽ വന്നതിന് ശേഷം ഈ ഒരു B.Ed ഡിഗ്രി അക്വയർ ചെയ്യുന്നത് വരെ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങളുടെ കരുത്താണ്. ഇതെല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ട്. മനഃശാസ്ത്രപരമായിട്ട് പറഞ്ഞാൽ എല്ലാം ഉള്ളിലുണ്ട്. അങ്ങനെ ഉള്ളിൽ ആണ്. പക്ഷെ പലരും അതിനെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നില്ല. അപ്പൊ ഞാൻ ഈ ആദ്യത്തെ ക്ലാസ്സിൽ നിങ്ങളോട് പറയുന്നത്, യു ഷുഡ് ലുക്ക് ഇൻ ടു യുവർ സെൽഫ്. നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കണം. ഈ പറഞ്ഞ അധ്യയനത്തിന്റെ എല്ലാ നിലയിലുമുള്ള വെല്ലുവിളികളെ സമർത്ഥമായി നേരിടാനുള്ള അത്യാവശ്യ അഭിരുചി നിങ്ങൾക്കുള്ളിലുള്ളത് പുറത്തെടുക്കാൻ നിങ്ങൾ തയ്യാറാകണം. അതിനുവേണ്ടി ഒരു എനർജൈസിങ് പ്രോഗ്രാമാണ് ഞങ്ങൾ നടത്തുന്നത്. അറിവ് നിങ്ങൾക്ക് മുഴുവനായിട്ട് ഞങ്ങൾക്ക് തരാൻ ഞങ്ങൾ അശക്തരാണ്. കാരണം നിങ്ങളെപ്പോലെ വലിയ അറിവുള്ള ആളുകളുടെ ഇടയിൽ 1 മണിക്കൂറിലൊക്കെ ഞങ്ങൾ പകർന്നു തരുന്ന അറിവ് തുലവും പരിമിതമാണ്. പക്ഷെ നിങ്ങളുടെ അനുഭവങ്ങൾ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പൊ ആ അനുഭവങ്ങളുടെ ഉൾക്കാഴ്ചയിലേക്ക് നിങ്ങൾ ഇറങ്ങിച്ചെല്ലാൻ തയ്യാറാവണം. അമ്മയുടെ അധ്യാപനം മുതൽ ആ കാലഘട്ടം മുതൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ മുഴുവൻ ഈ കേട്ടറ്റ് പരീക്ഷയുടെ വിവിധ പേപ്പറുകളിലെ വിഷയങ്ങളായി, ചോദ്യങ്ങളായി, വ്യത്യസ്ത ഡയമെൻഷനിലുള്ള ചോദ്യങ്ങളായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തും. ഓരോ ചോദ്യവും നിങ്ങളുടെ, ഞാൻ ഈ പറഞ്ഞൊരു മേഖല നിങ്ങൾക്കുണ്ട്, നിങ്ങളുടെ ജീവിതത്തിന്റെ ആകെത്തുകയായ അനുഭവങ്ങൾ. അത് ഞാൻ പറഞ്ഞ ഏർലി ചൈൽഡ്ഹുഡ് മുതൽ ഈ B.Ed പാസ്സാകുന്നത് വരെയുള്ള സമസ്ത അനുഭവങ്ങളുടെയും ആ ഇന്റഗ്രേറ്റീവ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതിലേക്ക് കറക്റ്റ് പിൻ ചെയ്യുന്നതായിരിക്കും ഓരോ ചോദ്യങ്ങളും. ചോദ്യങ്ങളുടെ പ്രത്യേകത, എല്ലാ ചോദ്യങ്ങളും നമുക്ക് ഫെമിലിയർ ആയിരിക്കും, എല്ലാ ഉത്തരങ്ങളും ഫെമിലിയർ ആയി. പക്ഷേ ഈ അനുഭവങ്ങളിൽ നിന്ന് ഊതിക്കാച്ചിയെടുത്ത ഒരു ആൻസർ നമ്മൾ ഈ പരീക്ഷയ്ക്ക് കൊടുക്കണം. അവിടെയാണ് ഈ ടെസ്റ്റ് നമ്മൾ ക്വാളിഫൈ ചെയ്യുന്നത്. അത് വെറും കണ്ടന്റ് പഠിച്ച് കുറെ ചോദ്യോത്തരങ്ങൾ ബൈഹാർട്ട് ആക്കിയിട്ട് അതിൽ നിന്ന് എടുത്തു കൊടുക്കാൻ സാധിക്കുന്നതല്ല. അതിനപ്പുറത്തേക്ക് ഞാൻ ഈ പറഞ്ഞ ഇവർ ആവശ്യപ്പെടുന്ന അഭിരുചിയുടെയും നമ്മുടെ വെല്ലുവിളികളെ നേരിടാനുള്ള ആ ഒരു കഴിവിലേക്കും ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് കഴിയണം. അപ്പൊ നമ്പർ 1 മെസ്സേജ് എന്ന് പറയുന്നത് അത്തരത്തിൽ ഇത് എവിടെയാണ്? പുറത്തെവിടെയല്ല, നിങ്ങൾക്കുള്ളിലാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് പുറത്തേക്ക് നോക്കണ്ട. എല്ലാ കേട്ടറ്റ് പരീക്ഷയും ആദ്യത്തെ ചാൻസിൽ തന്നെ പാസ്സായ ആളിനെ നോക്കണ്ട, നിങ്ങളിലേക്കാണ് നോക്കേണ്ടത്. നിങ്ങളുടെ ഉള്ളിലുള്ള ഈ പരീക്ഷയിൽ സർക്കാരിനെയും ഈ പരീക്ഷാ ബോർഡിനെയും ബോധ്യപ്പെടുത്താനുള്ള കഴിവിലേക്ക് നിങ്ങൾ ഉയർന്നു പോകണം. ഇനി അതിന്റെ ആ ഒരു തലവാചകം പറഞ്ഞുകൊണ്ട് ഞാൻ 4 കാറ്റഗറിയിൽ ഈ പരീക്ഷ നടത്തുന്നു. ലോവർ പ്രൈമറി, അപ്പർ പ്രൈമറി, ഹൈസ്കൂൾ. അതിൽ വിഭാഗം 3, കാറ്റഗറി 3 ആണ് ഹൈസ്കൂൾ ക്ലാസ് എന്ന് പറയുന്നത്. നമുക്ക് അതിൽ മാത്രം കോൺസെൻട്രേറ്റ് നിന്നാൽ മതി. അതിൽ തന്നെ സർക്കാർ പരിപത്രം അനുസരിച്ച് പ്രൈമറി സ്റ്റേജ്
പാസ്സായവരെ കേട്ടറ്റ് കാറ്റഗറി 1 നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. നെറ്റ്, സെറ്റ്, MPhil, PhD, MEd എന്നീ യോഗ്യതകൾ നേടിയവരെ ഈ കാറ്റഗറിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. കാറ്റഗറി 3 ജയിച്ചാൽ കാറ്റഗറി 3 നേടണം എന്നില്ല. ഇതൊക്കെ നിങ്ങൾ വായിച്ചതാണ്, ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തണം. അപ്പൊ അതിൽ ആ മൂന്നാമത്തെ സംഗതി വളരെ പ്രധാനപ്പെട്ടതാണ്. 3 ജയിച്ചാൽ പിന്നെ നിങ്ങൾക്ക് 2 ജയിക്കണം എന്നില്ല. കാരണം 2ലേക്ക് നിങ്ങൾക്ക് സാധ്യത ഉണ്ട്. 1, 2 എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് ജയിച്ചവരെ LP UP അധ്യാപക നിങ്ങൾക്ക് പരിഗണിക്കുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും 3 ജയിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ യോഗ്യതരായവരെ അവിടെയും പരിഗണിക്കാവുന്നതാണ്. ഇത്തരത്തിലുള്ള ഇതിന്റെ നിയമപരമായ കാര്യങ്ങൾ സമയം കിട്ടുമ്പോൾ ആ ഒരു വിജ്ഞാപനം നിങ്ങൾ ശരിക്ക് വായിച്ചിരിക്കുന്നത് നല്ലതാണ് എന്ന് ഓർമ്മിപ്പിക്കാനാണ് ഞാനത് പറഞ്ഞത്. ഇനി ഹൈസ്കൂളില് കാറ്റഗറി 3 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പരീക്ഷ നടത്തുന്നത് ഹൈസ്കൂൾ അസിസ്റ്റന്റ് മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, സംസ്കൃതം, തമിഴ്, കന്നഡ, അറബി, ഉറുദു, സോഷ്യൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ്, മാത്തമാറ്റിക്സ് എന്നിവ ആകാൻ ആഗ്രഹിക്കുന്നവർക്കാണ്. ഹൈസ്കൂളിലെ എല്ലാ അധ്യാപകരുടെയും യോഗ്യതയിൽ മാൻഡേറ്ററി ആയിട്ട് നമ്മൾ ക്വാളിഫൈ ചെയ്തിരിക്കേണ്ട ഒരു കാറ്റഗറിയാണ് കാറ്റഗറി 3 എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ മിനിമം യോഗ്യതകളെ കുറിച്ച് അതിൽ പറയുന്നുണ്ട്. അതൊന്നും ഞാൻ എടുത്ത് സമയം കളയുന്നില്ല. നിങ്ങൾ അതൊക്കെ ഓർത്തിരിക്കണം എന്നുള്ളതാണ്, മനസ്സിലാക്കിയിരിക്കണം, ഒന്ന് റിമൈൻഡ് ചെയ്യുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഇനി ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആകെ 150 ചോദ്യങ്ങൾ അടങ്ങിയ മൾട്ടിപ്പിൾ ചോയ്സ് മാതൃകയിലുള്ള ഒരു പേപ്പർ മാത്രമാണ് ഈ പരീക്ഷയ്ക്ക് ഉള്ളത്. ഓരോ ശരിയുത്തരത്തിനും 1 മാർക്ക് എന്ന രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നു. നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നാണ് പറയുന്നത്. എന്നിട്ട് 3 പാർട്ടായിട്ടാണ് ഈ പരീക്ഷയിലെ ചോദ്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഒന്ന്, കൗമാര മനഃശാസ്ത്രം, പഠന സിദ്ധാന്തങ്ങൾ, അധ്യാപന അഭിരുചി. 3 ജനറൽ ഏരിയയാണ്. സൈക്കോളജി, ടീച്ചിങ് തിയറീസ് ഓഫ് ടീച്ചിങ്, ദെൻ ആപ്റ്റിറ്റ്യൂഡ് ഇൻ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ അധ്യാപനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട 3 ജനറൽ ഏരിയാസ് ആണ് ആദ്യം. അതിൽ നിന്ന് 40 ചോദ്യങ്ങൾ ഉണ്ടാകും. 40 ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ 150-ൽ 40 ചോദ്യങ്ങൾ, ഒട്ടും മോശമല്ലാത്ത ഒരു പ്രൊപ്പോർഷൻ അതിന് കൊടുത്തിട്ടുണ്ട്. 40 മാർക്ക് ആ മേഖലയിൽ നിന്നാണ്. ഇവിടെയാണ് നമ്മൾ തെളിയിക്കേണ്ടത് എന്ത്? നേരത്തെ പറഞ്ഞ വെല്ലുവിളികളെ നേരിടാനുള്ള കഴിവ് എന്നിലുണ്ട്, അത് ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന വളരെ മർമ്മപ്രധാനമായ ഏരിയയാണ് ഈ പറഞ്ഞ ഏരിയ എന്ന് പറയുന്നത്. കുട്ടിയെ അറിയുക, കുട്ടിയെ എങ്ങനെ പഠിപ്പിക്കണം എന്ന് മനസ്സിലാക്കുക, ആ പഠിപ്പിക്കുന്നതിലുള്ള നമ്മളെ പാഷൻ, നമ്മളുടെ അഭിരുചി അത് കൃത്യമായി നമ്മൾ പ്രകടിപ്പിക്കുക. ഈ 3 ഏരിയയാണ് അതിൽ വരുന്നത്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത്തത്, 1ാം ഭാഷ മലയാളം, തമിഴ്, കന്നഡ, ഇംഗ്ലീഷ്. നിങ്ങൾ ഏത് മീഡിയമാണ് തിരഞ്ഞെടുക്കുന്നത് വെച്ചാൽ ആ മീഡിയത്തിൽ നിങ്ങൾ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഭാഷയിൽ നിങ്ങളുടെ പ്രാവീണ്യം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. മലയാളം തിരഞ്ഞെടുത്താൽ മലയാളത്തിലുള്ള പ്രാവീണ്യം എന്താണ്? കാരണം യു ആർ ഗോയിങ് ടു കമ്മ്യൂണിക്കേറ്റ് ടു ദ സ്റ്റുഡൻസ് ഇൻ ദിസ് ലാംഗ്വേജ്. ഒന്നുകിൽ മലയാളത്തിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിലൊക്കെയാണ് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഭാഷ വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഭാഷ എൻ്റെ ആശയങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ഭാഷയിൽ എനിക്ക് പ്രാവീണ്യം ഉണ്ടായിരിക്കണം. നിങ്ങൾ മനസ്സിലാക്കുന്ന ഭാഷയിലും എനിക്ക് പ്രാവീണ്യം ഉണ്ടായിരിക്കണം. അതിൽ നിങ്ങളുടെ പ്രാവീണ്യം എത്രത്തോളം ഉണ്ട് എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ഈ പരീക്ഷയിലെ 2ാമത്തെ വിഭാഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏത് രീതിയിൽ ഈ പരീക്ഷയിൽ നിങ്ങളുടെ ഭാഷാ പ്രാവീണ്യത്തെ ചെക്ക് ചെയ്യും എന്ന് നിങ്ങൾ ആന്റിസിപ്പേറ്റ് ചെയ്യേണ്ടതുണ്ട്. ആ ആന്റിസിപ്പേറ്റ് ചെയ്തിട്ട് ഞാൻ അതിന് ഏറ്റവും മികച്ച ഭാഷാ പ്രാവീണ്യമുള്ള ആളാണെന്ന് എന്ന് നിങ്ങൾ ഈ പരീക്ഷയിൽ തെളിയിക്കേണ്ടതുണ്ട്. അപ്പൊ ഈ പരീക്ഷ ഈസിയാണ്, അതിന് നിങ്ങൾക്ക് സാധിക്കും. മലയാളമാണ് കൂടുതൽ ആളുകളും, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മാതൃഭാഷയാണ്. ആ മാതൃഭാഷയെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി വന്നു ചേർന്നതാണെങ്കിൽ കൂടി ശാസ്ത്രീയമായി ആ ഭാഷയുടെ ചിട്ടവട്ടങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് ഈ പരീക്ഷയെ ആത്മവിശ്വാസത്തോടുകൂടി നേരിടാൻ നിങ്ങൾക്ക് കഴിയണം. അത് മലയാളം ഓപ്ഷനുള്ള കുട്ടികൾക്ക് മാത്രമല്ല, മറ്റെല്ലാവരും അതിലേക്ക് ആ അർത്ഥത്തിൽ കടന്നു പോകണം. അതിന്റെ സിലബസിനെയും കരിക്കുലത്തെയും നിങ്ങൾ ആ അർത്ഥത്തിലാണ് നോക്കിക്കാണേണ്ടത്. നല്ല കോൺഫിഡൻസോടുകൂടി അത് പ്രിപ്പയർ ചെയ്യണം. 3ാമത്തെ ഏരിയ എന്ന് പറയുന്നത് വിഷയാടിസ്ഥാനത്തിലുള്ള ചോദ്യങ്ങളാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പരീക്ഷ എഴുതുന്ന മാത്തമാറ്റിക്സുകാരനുണ്ടാകും, സോഷ്യൽ സയൻസുകാരനുണ്ടാകും, നാച്ചുറൽ സയൻസുകാരനുണ്ടാകും, അതേപോലെ ഇംഗ്ലീഷുകാരനുണ്ടാകും, ഭാഷയും മറ്റു വിഷയങ്ങളും ശാസ്ത്രവും സയൻസും സോഷ്യൽ സയൻസും ഒക്കെ ഉണ്ടാകും. ഈ വിഷയാടിസ്ഥാനത്തിലുള്ള ചോദ്യത്തില് ആശയവും ബോധനശാസ്ത്രവും
ഇപ്പൊ നേരത്തെ നമ്മൾ ശരിക്ക് ഭാഷ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അത് പോട്ടെ. ഒന്നാമത്തെ വിഭാഗത്തില് പഠന സിദ്ധാന്തങ്ങളും അധ്യാപന അഭിരുചിയും കൗമാര മനഃശാസ്ത്രവും ഒക്കെ പഠിച്ചിട്ടുണ്ട്. അത് വെച്ച് നിങ്ങളുടെ വിഷയത്തിലെ ആശയങ്ങളെ എങ്ങനെയാണ് വിഷയാടിസ്ഥാനത്തിൽ അതിനെ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് നിങ്ങൾ ടീച്ച് ചെയ്യുന്നത്, മാത്തമാറ്റിക്സിനെ എങ്ങനെയാണ് ഏറ്റവും മനോഹരമായി നിങ്ങൾ അവതരിപ്പിക്കുന്നത്, അതാണ് അതിന്റെ പെഡഗോജി എന്ന് പറയുന്നത്. അതിന്റെ ബോധനശാസ്ത്രം, ഗണിതത്തിന്റെ ബോധനശാസ്ത്രം, നാച്ചുറൽ സയൻസിന്റെ ബോധനശാസ്ത്രം, ഇവിടെയാണ് നിങ്ങൾ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് മാറുന്നത്. ഒന്നാം ഭാഗത്തിൽ കുട്ടിയെ മനസ്സിലാക്കാൻ ഗണിതക്കാരനും സയൻസുകാരനും സോഷ്യൽ സയൻസുകാരനും ഒക്കെ നിൽക്കുമ്പോൾ ആ സൈക്കോളജി മനസ്സിലാക്കിയിട്ട് ആ മനഃശാസ്ത്രത്തിന്റെ അർത്ഥതലങ്ങളെയും പ്രയോഗവൽകൃതമായ കാര്യങ്ങളെയും സോഷ്യൽ സ്റ്റഡീസുകാരൻ എങ്ങനെ സോഷ്യൽ സ്റ്റഡീസിലൂടെ അതിനെ പ്രാവർത്തികമാക്കുന്നു, ഗണിതശാസ്ത്ര വിഷയക്കാരൻ ഗണിതത്തിലൂടെ എങ്ങനെ പ്രാവർത്തികമാക്കുന്നു, നാച്ചുറൽ സയൻസുകാരൻ അത് നാച്ചുറൽ സയൻസിലൂടെ എങ്ങനെ പ്രാവർത്തികമാക്കുന്നു. ഇതാണ് മൂന്നാമത്തെ ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ സൈക്കോളജി ഓഫ് മാത്തമാറ്റിക്സ്, മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ പോലെ സൈക്കോളജി ഓഫ് മാത്തമാറ്റിക്സ് ടീച്ചിങ്, സൈക്കോളജി ഓഫ് നാച്ചുറൽ സയൻസ് ടീച്ചിങ്, സൈക്കോളജി ഓഫ് ലാംഗ്വേജ് ടീച്ചിങ് ഫോർ ബോത്ത് മലയാളം ആൻഡ് ഇംഗ്ലീഷ്, കന്നഡ, തമിഴ്, ഉറുദു, എവറിത്തിങ്. അങ്ങനെ ഓരോ വിഷയത്തിന്റെയും തലങ്ങൾ. ഇനി അധ്യാപന അഭിരുചി മുകളിൽ പറഞ്ഞ് പഠന സിദ്ധാന്തങ്ങൾ, ദ തിയറി ഓഫ് ടീച്ചിങ് വിത്ത് റിഗാർഡ് ടു നാച്ചുറൽ സയൻസ്. നാച്ചുറൽ സയൻസിന്റെ പഠന സിദ്ധാന്തങ്ങൾ എന്തൊക്കെയാണ്, സോഷ്യൽ സയൻസിന്റെ സിദ്ധാന്തങ്ങൾ എന്തൊക്കെയാണ്, അതേപോലെ ഭാഷയുടെ പഠന സിദ്ധാന്തങ്ങൾ എന്തൊക്കെയാണ്. ഇങ്ങനെ പോവും ഈ കാര്യങ്ങൾ. അതേപോലെ തന്നെ അഭിരുചി എന്താണ്, നിങ്ങളുടെ ശാസ്ത്ര അധ്യാപന അഭിരുചി, ഗണിത അധ്യാപന അഭിരുചി. ഞാനിതിങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറയാനുള്ള കാരണം, എന്നെ കേട്ടിരിക്കുന്ന ഗണിതശാസ്ത്ര വിദ്യാർത്ഥി ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് ജനറൽ മനസ്സിലാക്കിയിട്ട് ഗണിതശാസ്ത്ര ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് സ്പെസിഫിക് ആയിട്ട് മനസ്സിലാക്കിയാലേ ഈ ടെസ്റ്റിലേക്ക് നമുക്ക് മുന്നൊരുക്കം നടത്താൻ പറ്റുള്ളൂ. ജനറൽ ആയിട്ട് നമ്മൾ അധ്യാപന അഭിരുചി എന്ന് മനസ്സിലാക്കിയാൽ പോരാ. ഗണിതശാസ്ത്രത്തിൽ കേട്ടിട്ട് എഴുതുന്ന ആളിനോട് ചോദിക്കുന്നത് ഗണിതശാസ്ത്രം പഠിപ്പിക്കാനുള്ള നിങ്ങളുടെ അധ്യാപന അഭിരുചിയാണ്. ആ അധ്യാപന അഭിരുചി സാമാന്യ ശാസ്ത്രം പഠിപ്പിക്കാനുള്ള അധ്യാപന അഭിരുചിയിൽ നിന്ന് തുലവും വ്യത്യസ്തമാകണമല്ലോ. അപ്പോഴാണ് ജനറൽ സയൻസ് ടീച്ചറും മാത്തമാറ്റിക്സ് ടീച്ചറും പ്രത്യേക ഐഡന്റിറ്റി ഉള്ള ആളുകളായിട്ട് മാറുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ഗണിത അധ്യാപകൻ എന്ന് കുട്ടി നിങ്ങളെ മനസ്സിൽ, അവരുടെ മനസ്സിൽ ഒരു 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 സങ്കല്പം ഉണ്ടാക്കുന്നത് അവിടെയാണ്. ബെസ്റ്റ് ടീച്ചർ അതിൽ ജനറൽ തന്നെയാണ്, പക്ഷെ അതിൽ സ്പെസിഫിക് ആയിട്ട് പോകണം. എൻ്റെ മലയാളം അധ്യാപകൻ. ഇപ്പൊ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വിഷയത്തിലേക്ക്, ആ വിഷയത്തിന്റെ ഉയർന്ന തലങ്ങളിലേക്ക് കൃത്യമായി സ്വാർത്ഥമായി ചുരുങ്ങിയാൽ മാത്രമേ ഇവിടെ ഈ കേട്ടറ്റ് പരീക്ഷയിൽ ആ വിഷയത്തിൽ നിങ്ങൾ ക്വാളിഫൈ ചെയ്ത് കേരളത്തിലെ ഏറ്റവും മികച്ച മലയാളം അധ്യാപകനായി ഞാനിതാ റെഡിയായി നിൽക്കുന്നു എന്ന് ആത്മവിശ്വാസത്തോടുകൂടി നേരത്തെ പറഞ്ഞ ദേശീയ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് നമുക്ക് പ്രഖ്യാപിക്കാൻ സാധിക്കുകയുള്ളൂ. ആ അർത്ഥത്തിൽ നിങ്ങൾ ഈ ക്ലാസ്സിനെ കാണണം. ഈ ക്ലാസ്സിൽ നടക്കുന്ന ഓരോ ചർച്ചകളും വരുന്ന സമയത്ത് ജനറലായിട്ട് അധ്യാപനത്തെക്കുറിച്ച് പറയുമ്പോൾ ജനറൽ അധ്യാപന അഭിരുചി, ആ അധ്യാപന അഭിരുചി എൻ്റെ വിഷയമായ ഗണിതശാസ്ത്രത്തിൽ എൻ്റെ അഭിരുചി, അത് ഞാൻ എന്നിലുള്ള അഭിരുചി അങ്ങനെയാണ്. ഗണിതശാസ്ത്രത്തിലെ എൻ്റെ ക്ലാസ്സിൽ ഒരുപാട് കുട്ടികളുണ്ട്, പക്ഷെ അവരൊക്കെ ഗണിതശാസ്ത്രത്തിലെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും ഗണിതശാസ്ത്രവും ഇന്റഗ്രേറ്റ് ചെയ്ത് പഠിപ്പിക്കുമ്പോൾ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഗണിതശാസ്ത്രം ഒരുപാട് സ്ഥലത്തുണ്ട്, ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഞാൻ ഈ ലോകത്ത് ഞാൻ മാത്രമാണ്. സലീം സാർ എന്ന് പറയുന്ന ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഇതേപോലെ സംസാരിക്കാൻ ലോകത്തിൽ ആർക്കും സാധ്യമല്ല എന്നുള്ളതാണ്. എന്താ കാര്യം? ലോകത്തിൽ ഞാനായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. ഈ ഒരു ഇൻഡിവിജ്വാലിറ്റി നിങ്ങൾ നിങ്ങളുടെ ടീച്ചിങ്ങിലേക്ക് ഇൻഫ്യൂസ് ചെയ്യണം. ഗണിതശാസ്ത്രത്തിൽ ഒരുപാട് കുട്ടികളുണ്ട്. ആ കുട്ടികളിൽ ഗണിതശാസ്ത്രത്തിന് ധാരാളം സിദ്ധാന്തങ്ങളുണ്ട്, ധാരാളം അധ്യാപന രീതികളുണ്ട്. അതെല്ലാം കോമണാ, അതൊക്കെ നമ്മൾ പഠിക്കും. അതില് ഒരു ആസ്പെക്ട് മാത്രം കാത്തിരിക്കുന്നു ഈ ലോകം. എന്താണ്? നിങ്ങൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റും കൂടെ അതിലേക്ക് ചേർക്കണം. അങ്ങനെ ചേർക്കുമ്പോൾ ആ ക്ലാസ് വ്യത്യസ്തമാകും. ആ അർത്ഥത്തിൽ നിങ്ങൾ തീർച്ചയായും ഏറ്റവും നല്ല അധ്യാപകനായി എക്സ്പോസ് ചെയ്യാൻ നിങ്ങളെ കൂടി അതിലേക്ക് ചേർക്കുക എന്നുള്ളതാണ്. അതിനാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നിങ്ങൾ എന്താണെന്ന് നിങ്ങൾ കണ്ടെത്തണം. പാർട്ട് 1 ചോദ്യങ്ങൾ 13 മുതൽ 17 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസ മനഃശാസ്ത്രം, പഠന ബോധന സമീപനങ്ങളും തത്വങ്ങളും എന്നിവയെക്കുറിച്ചുള്ളതായിരിക്കും. വിവിധ പഠിതാക്കളുടെ സ്വഭാവ സവിശേഷതകളും ആവശ്യങ്ങളും മനഃശാസ്ത്രവും മനസ്സിലാക്കി പഠനം അനായാസമാക്കുന്നതിനുള്ള കഴിവ് പരിശോധിക്കുന്ന ചോദ്യങ്ങളും ഉൾപ്പെടുത്തും. പാർട്ട് 1 കുറിച്ച് പറഞ്ഞതാണ്. ഞാൻ ഇതാ പറഞ്ഞത്, ഹൗ യു ആർ പ്രിപ്പയറിങ്.
ഈ ചോദ്യം ഏത് തലത്തിലാണെന്ന് അവർ കൃത്യമായി സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ പഠിക്കുന്ന വിഷയങ്ങളും സിദ്ധാന്തങ്ങളൊക്കെ പഠിക്കും. പക്ഷേ ആ സിദ്ധാന്തങ്ങളിൽ നിന്ന് ഈ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഡയമെൻഷനാണ് നല്ല പച്ച മലയാളത്തിൽ അവർ എഴുതിയിരിക്കുന്നത്. അത് നമ്മൾ മനസ്സിൽ കുടിയിരുത്തണം. എന്നിട്ട് ആ അർത്ഥത്തിലാണ് നമ്മൾ ആ വിഷയത്തെ, ആ സിദ്ധാന്തത്തെ കാണേണ്ടത്. പാർട്ട് 2-ലെ ഭാഷ ചോദ്യങ്ങൾ ബോധന മാധ്യമമായി തിരഞ്ഞെടുത്ത ഭാഷയെ ഉപയോഗിക്കാനുള്ള കഴിവ് അളക്കുന്ന തരത്തിലായിരിക്കും. കണ്ടോ, മലയാള ഭാഷ നിങ്ങൾ തിരഞ്ഞെടുത്താൽ മലയാള ഭാഷയിലെ നിങ്ങളുടെ പാണ്ഡിത്യം മാത്രമല്ല പരിശോധിക്കുന്നത്, മറിച്ച് ആ മലയാള ഭാഷയെ അധ്യാപനത്തിന് വേണ്ടി മാധ്യമമായി ഉപയോഗിക്കാനുള്ള നിങ്ങളുടെ കഴിവിനെ അളക്കുന്നതിനുള്ള ചോദ്യമാണ്. ഡയമെൻഷൻ കണ്ടോ, വളരെ ക്ലിയർ ആണ്. നിങ്ങൾക്ക് മലയാള ഭാഷയെ കുറിച്ച് എന്തറിയാം? ശബ്ദധാരാവലിയിൽ എത്ര വാക്കുകൾ മനപ്പാടം അറിയാം? ഇന്ന വാക്കിന്റെ അർത്ഥം അറിയാം? സന്ധിയും ചമൽക്കാരവും സമാസവും ഒക്കെ പിരിച്ചെഴുതാനും ആ ചമൽക്കാരം വിശദീകരിച്ചെഴുതാനും അറിയുമോ? അതൊന്നും അല്ല ചിലപ്പോൾ ഒരു പക്ഷെ ചോദിക്കുന്നത്. ഈ പറയുന്ന കാര്യങ്ങളെ ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ ആ ഭാഷ ഉപയോഗിച്ച് അത് പ്രയോഗിക്കാനുള്ള നിങ്ങളുടെ കഴിവ് അളക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഈ പരീക്ഷയ്ക്ക് ചോദിക്കുക. ഇതൊന്നും വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്, അതൊക്കെ വേണം. ശബ്ദധാരാവലിയുടെ മുഴുവൻ വാക്കുകളും നിങ്ങൾ കാണാപ്പാഠം പഠിച്ചോളൂ. പക്ഷെ അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന കുട്ടിക്ക് നിങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ എന്ത് പ്രയോജനമുണ്ട് എന്ന് കാണിച്ചു കൊടുക്കാനുള്ള എബിലിറ്റി അളക്കുന്ന ചോദ്യം വരുമ്പോൾ അത് പറയാൻ നിങ്ങൾ തയ്യാറാവണം. അവിടെയാണ് ആ പ്രയോഗത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പാർട്ട് 3-ല് അതത് അക്കാദമിക് വിഷയങ്ങളിലെ ആശയങ്ങൾക്കും സങ്കല്പങ്ങൾക്കും അനുസരിച്ചുള്ളവയായിരിക്കും. ഈ വിഭാഗത്തിലെ ചോദ്യങ്ങൾ ബോധന വിദ്യയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉൾപ്പെടും. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, കേരള SCERT പ്രസിദ്ധപ്പെടുത്തിയ 8-12 ക്ലാസ് വരെയുള്ള സിലബസ് അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എങ്കിലും കാഠിന്യവും വ്യാപ്തിയും ഡിഗ്രി തലം വരെ ഉള്ളതായിരിക്കും. കണ്ടോ, അവരുടെ ഡയമെൻഷൻ അങ്ങനെയാണ്. 8 മുതൽ 12 വരെയുള്ള ക്ലാസ്സിലെ സിലബസിനെ നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ പഠിച്ചിരിക്കുന്ന ഗ്രാജുവേറ്റ്സ് ആണ് നമ്മളെ ക്വാളിഫിക്കേഷൻ, അതുവരെയുള്ള തലങ്ങളിലേക്കുള്ള ഒരു തലം അതിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഇവിടെ ഒരു നല്ല ഇന്റഗ്രേഷൻ ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കേണ്ടത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ആദ്യം നിങ്ങൾ നിങ്ങളുടെ ഇന്നറിനോട് പറയണം, നിങ്ങളുടെ ഉള്ളിലെ വ്യക്തിയോട് പറയണം, ഞാനൊരു ഗ്രാജുവേറ്റ് ആണ്, ഞാൻ മാത്തമാറ്റിക്സിൽ, ഞാൻ സുവോളജിയിൽ ഒരു ഗ്രാജുവേറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. ആ ഒരു പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് സുവോളജിയിലെ PGയോ ഡിഗ്രിയോ ഉള്ള നിങ്ങൾ SCERT പ്രസിദ്ധപ്പെടുത്തിയ 8 മുതൽ 12 വരെയുള്ള SCERTയുടെയും കേരള സ്റ്റേറ്റിന്റെയും ഒക്കെ NCERTയുടെ ഒക്കെ സിലബസിലുള്ള പുസ്തകങ്ങൾ വായിക്കണം. അങ്ങനെ വായിക്കുമ്പോൾ അതിനൊരു മറ്റൊരു തലം ഉണ്ടായിരിക്കും. 8-ലെ 9-ലെയും 10-ലെയും 12-ലെയും കുട്ടി ആ പുസ്തകം വായിക്കുന്ന തലമല്ല PG തലം വരെ പഠിച്ച് നിങ്ങൾ അവിടെ പോയിട്ട് തിരിച്ച് ഈ പുസ്തകം വായിക്കുമ്പോൾ, നിങ്ങൾ പണ്ട് 8-ലും 9-ലും ഇരുന്ന് പഠിച്ചിരുന്ന കാലത്ത് ഈ പുസ്തകം നിങ്ങൾ വായിച്ചിരുന്നു, നിങ്ങൾ പഠിച്ചിരുന്നു, നിങ്ങൾ നല്ല മാർക്ക് അതിൽ നിന്നൊക്കെ വാങ്ങിയിരുന്നു. പക്ഷെ തിരിച്ച് നിങ്ങളിപ്പോ ഗ്രാജുവേറ്റും പോസ്റ്റ് ഗ്രാജുവേറ്റും ആയി ഇരുന്നു കൊണ്ട് ഈ പുസ്തകം വീണ്ടും വായിക്കുക. ഇതാണ് ഇതിലെ കൃത്യമായ നിർദ്ദേശം. അതുകൊണ്ട് നിങ്ങൾ അവിടെ തലം നിൽക്കരുത്. ഡിഗ്രിയും PGയും ഉള്ള നിങ്ങളുടെ സബ്ജക്റ്റിലെ മാസ്റ്ററും ഗ്രാജുവേറ്റും ആയിട്ട് 8, 9, 10, 11, 12 ക്ലാസ്സിലെ പുസ്തകം ഒരു പുനർവായനയ്ക്ക് വിധേയമാക്കുക. ആ പുനർവായനയിൽ നിന്ന് നിങ്ങൾക്ക് ഈ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലഭിക്കും എന്നുള്ളതാണ്. യോഗ്യത നേടുന്നതിനുള്ള മാർക്കിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. SC, ST, OBC വിഭാഗങ്ങൾക്ക്, അതായത് 100% മാർക്കാണ് ഇതിൽ കേട്ടറ്റിന് യോഗ്യത നേടാൻ വേണ്ടത്. 90 മാർക്ക്, 150 അതിന്റെ 60% എന്ന് പറഞ്ഞാൽ 90 മാർക്ക്. 60% മാർക്ക് വേണം. 90 മാർക്ക് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് പേടിയുണ്ടാവും. പേടിക്കേണ്ട കാര്യമില്ല. ഫറൂഖ് ട്രെയിനിങ് കോളേജിലെ 19-21 ബാച്ചിലെ മിടുക്കരായ കുട്ടികളുടെ ഡിഗ്രിയുടെ ഇവിടെ ക്വാളിഫിക്കേഷന്റെ മാർക്ക് നോക്കിയാലേ ആരാ 70 അല്ലെങ്കിൽ 80 കുറഞ്ഞ മാർക്ക് കിട്ടി ഇവിടെ അഡ്മിഷൻ കിട്ടിയിട്ട് ആരാ ഉള്ളത്? 80% മാർക്കിൽ കുറഞ്ഞ അഡ്മിഷൻ കിട്ടിയ ഒരു കുട്ടി ആ ബാച്ചിലില്ല. ഡിഗ്രിക്ക് PGക്ക് 90 നിങ്ങളുടെ ആവറേജ് മാർക്ക്. 90% മാർക്ക് വെച്ച് നിങ്ങളുടെ ബേസിക് ക്വാളിഫിക്കേഷൻ അക്വയർ ചെയ്ത് എണ്ണം പറഞ്ഞ മികച്ച വിദ്യാർത്ഥികളായിട്ട് കഴിവ് തെളിയിച്ച നിങ്ങൾക്ക് 60% മാർക്ക് വാങ്ങിയാൽ മതി എന്ന് കേട്ടറ്റിൽ പറയുമ്പോൾ എന്ത് പേടിക്കാനുള്ളത്? ഒന്നും പേടിക്കാനില്ല. 60%, 90 എണ്ണത്തിലേക്ക് നിങ്ങൾ പോകണ്ട. റിലാക്സേഷന്റെ ഒന്നും കാര്യം നിങ്ങൾ ആലോചിക്കേണ്ട. ആ ഏരിയ ഞാൻ പറയുന്നേ ഇല്ല. നമുക്ക് റിലാക്സേഷന്റെ ആവശ്യം ഇല്ല. 90 അല്ലല്ലോ നമ്മുടെ, 60 അല്ലല്ലോ നമ്മുടെ ശതമാനം എന്ന് പറയുന്നത്, 90 ആണ്. അപ്പൊ 80% എടുത്തു കഴിഞ്ഞാൽ എത്ര മാർക്ക് ഉണ്ടാകും?
120 മാർക്ക് ഉണ്ടാവും അല്ലേ? 80% എനിക്ക് തോന്നുന്നു 120 മാർക്ക് ഉണ്ടാവും. ഈ 120 മാർക്കിൽ കുറയാൻ പാടില്ല. കാരണം കേട്ടറ്റിന്റെ മാർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. കേട്ടറ്റ് മാർക്ക് എന്ന് പറയുന്നത് കേട്ടറ്റിൽ എത്ര മാർക്ക് കിട്ടി എന്നുള്ളതാണ്. മാർക്ക് മെച്ചപ്പെടുത്തുന്നതിന് വീണ്ടും പരീക്ഷ എഴുതാവുന്ന പറയുന്നുണ്ട്. അതുകൊണ്ട് കേട്ടറ്റ് പരീക്ഷയുടെ സർട്ടിഫിക്കറ്റുമായിട്ട് ഒരുപാട് ആളുകൾ ജോലിക്ക് ചെല്ലുമ്പോൾ, PSCക്ക് ചെല്ലുമ്പോൾ ആ കേട്ടറ്റിന്റെ മാർക്ക് നോക്കും. 150 എത്ര കിട്ടി? 140 മാർക്ക് കിട്ടിയ കുട്ടിയും ക്വാളിഫൈ ചെയ്യാനുള്ള 90-ൽ 91 മാർക്ക് കിട്ടിയ കുട്ടിയെയും ഒരുപോലെ അല്ല കാണാം. അതുകൊണ്ട് നമ്മുടെ ടാർഗറ്റ് 120-ന് മുകളിലാണ്. ഞാൻ അതിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു 130-ന് മുകളിലാണ്. പ്രയാസമൊക്കെ ഉണ്ടാകും, എന്നാലും 130-ന് മുകളിൽ മാർക്ക് വാങ്ങി നല്ല വിജയം വരിക്കാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ഇതിന്റെ മാർക്കിനെ കുറിച്ച് നല്ല ധാരണ നമ്മൾക്ക് ഉണ്ടായിരിക്കണം. ഇത്രയും അതിന്റെ പ്രാഥമികമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു പരിപാടിയിലേക്ക് പ്രവേശിക്കാം. ലെറ്റ് us പ്രിപ്പയർ ഫോർ ദ പ്രോഗ്രാം. നമ്മൾ ഈ ഷെഡ്യൂൾ ചെയ്ത് ഇത്രയും ക്ലാസ്സുകളൊക്കെ ഉണ്ട്. ഈ ക്ലാസ് കേൾക്കുന്നത് മാത്രമാവരുത് നമുക്ക് ഇതിന്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. ക്ലാസ് ഇതിന്റെ ഒരു ഭാഗം മാത്രമാണ്. ഈ പ്രോഗ്രാം ഇതിന്റെ ഒരു ഭാഗം മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ചില തലങ്ങളുണ്ട്. അതിൽ ഏറ്റവും ആദ്യം വേണ്ടത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. എല്ലാത്തിനും നമ്മൾ പറയുന്നത് നമുക്കൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. ഞാൻ വെച്ച ടാർഗറ്റ് 130 130 മാർക്ക് എനിക്ക് കിട്ടും, സംശയമൊന്നുമില്ല. 90% മാർക്ക് വാങ്ങി ഒരുപാട് ആളുകളെ പിറകിലാക്കിയിട്ട് കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ അധ്യാപന പരിശീലന കേന്ദ്രത്തിൽ അഡ്മിഷൻ വാങ്ങിയ എനിക്ക് ഈ പരീക്ഷയിൽ 150-ൽ 130 മാർക്ക് കിട്ടുക എന്നുള്ളത് ഒരു പ്രശ്നമേ അല്ല. ഐ ക്യാൻ എന്ന് പറയുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള ചിന്ത ആദ്യം മനസ്സിലുണ്ടാകണം. കേട്ടറ്റ് പരീക്ഷയാണ്, എഴുതി നോക്കാം, അങ്ങനെ ഒന്നുമല്ല അതിനെ കാണേണ്ടത്. സ്ട്രോങ് ഡിറ്റർമിനേഷൻ, ഈ ചിന്ത ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നേടിയെടുക്കാനുള്ള കൃത്യമായ ഡിറ്റർമിനേഷൻ, അത് തീരുമാനിച്ചുറച്ചതാണ്. ഞാനത് നേടിയെടുത്തിരിക്കും, അതിൽ സംശയമൊന്നുമില്ല. ഈ ഒരു ഡിറ്റർമിനേഷനാണ് മുൻകാല ബാച്ചുകളെ ഇത്തരം മികച്ച വിജയത്തിലേക്ക് നമ്മളെ കോളേജിലേക്ക് എത്തിക്കാൻ സാധിച്ചത്. മുൻകാല ബാച്ചുകളൊക്കെ നമുക്ക് 90-98% റിസൾട്ട് ഇവിടെ കേട്ടറ്റിന് ഉണ്ടായിട്ടുണ്ട്. ആ ബാച്ചിന്റെ ഡിറ്റർമിനേഷനാണ്. ആ ബാച്ച് ഉണ്ടാക്കുന്ന ഈ ഒരു തീരുമാനം ഈ കോളേജിൽ തന്നെ അത്തരത്തിലൊരു അന്തരീക്ഷം ഉണ്ടാക്കുന്നുണ്ട്, നിങ്ങളിലൊരു അന്തരീക്ഷം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പരീക്ഷ കഴിയുന്നത് വരെ നിങ്ങൾ അത്തരത്തിലുള്ള ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലേക്ക്, ഒരു ഡിറ്റർമിനേഷനിലേക്ക് പോകണം. റീഡ് വിത്ത് അവെയർനെസ്. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് നിങ്ങൾ ചെയ്യേണ്ടത് ചോദ്യത്തിന്റെ ഉത്തരം പഠിക്കലല്ല, മറിച്ച് സിലബസും കരിക്കുലവും തന്നു കഴിഞ്ഞാൽ ആ ഏരിയയെ കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണ്. നല്ല അവെയർനെസ് നിങ്ങൾക്ക് ആ ഏരിയയെ കുറിച്ച് ഉണ്ടാവണം. അങ്ങനെ ഉണ്ടാകുന്ന അവെയർനെസ് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ആൻസറും പറയാൻ പറ്റും. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള അഭിരുചിയും ശേഷിയും ഉള്ള ഒരു അധ്യാപകനാണെന്ന് നിങ്ങൾ ബോധ്യപ്പെടുത്തണം. ആ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി അതേക്കുറിച്ചുള്ള നല്ല ധാരണ നിങ്ങൾക്ക് ഉണ്ടാകണം. ഒരു ചോദ്യത്തിന്റെ ഉത്തരം പഠിച്ചാൽ, ആ ചോദ്യം ചോദിച്ചാൽ ആ ഉത്തരം എഴുതാനേ നമുക്ക് പറ്റുള്ളൂ. ഫറൂഖ് ട്രെയിനിങ് കോളേജിനെ കുറിച്ച് അവിടെ അതിലെ എത്ര ബിൽഡിങ്ങുകൾ ഉണ്ട് എന്ന് എന്നോട് ചോദിച്ചൊരു ചോദ്യത്തിന് ഞാൻ ആ ബിൽഡിംഗ് എണ്ണീറ്റ് 6 ബിൽഡിങ്ങുകൾ ഉണ്ട് എന്ന് പറഞ്ഞാല് നമ്പർ ഓഫ് ബിൽഡിങ്സ് ഇൻ ഫറൂഖ് ട്രെയിനിങ് കോളേജ് 6, അത്രേ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഫാക്ച്വൽ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കലല്ല ഇത്തരം പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ എണ്ണമൊന്നും വേണ്ട. ഫറൂഖ് ട്രെയിനിങ് കോളേജിനെ കുറിച്ച് കൃത്യമായ ധാരണ എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ എന്ത് ചോദിച്ചാലും എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റും. വിശാലമായ ഈ സബ്ജക്ട് ഏരിയയെ കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാകും വിധം വായിക്കണം എന്നുള്ളതാണ്. നമ്മളെ വീടിനെ കുറിച്ച് നമ്മൾ ഓരോ കാര്യങ്ങളും പഠിക്കുന്നില്ലല്ലോ. നമ്മളെ വീടിനെ കുറിച്ച് ആരെങ്കിലുമൊക്കെ ചോദിച്ചാൽ എങ്ങനെയാ നമ്മൾ ആൻസർ പറയണത്? നമ്മളെ വീടിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ചോദ്യം ഇനിയിപ്പോൾ എൻ്റെ വീട് ഇന്ന സ്ഥലത്താണ്, എൻ്റെ വീട്ടിൽ ഇന്ന ആൾക്കാരുണ്ട്, ഞങ്ങൾ ഇന്ന രീതിയിലുള്ള ആളുകളാണ് എന്നൊക്കെ ചോദ്യത്തിന് എഴുതി പഠിക്കുകയാണോ? അല്ല, വീട് നമ്മളുടെ ഭാഗമാണ്. വീടിനെ നമ്മളുടെ ഭാഗമാക്കി മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീടിനെ കുറിച്ചോ നിങ്ങളുടെ വീട്ടുകാരെ കുറിച്ചോ ശരിയല്ലാത്ത ഒരു കാര്യം ആരെങ്കിലും പറഞ്ഞാൽ ഉടനെ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുക എങ്ങനെയാണ്? നിങ്ങൾക്ക് വീട് മാറിപ്പോയി, ആള് മാറിപ്പോയി എന്ന് പറയും. ഇതാണ് ആ വീടിനെ കുറിച്ചുള്ള അവെയർനെസ് എന്ന് പറയുന്നത്. ഇതേപോലെ നിങ്ങൾ പഠിക്കുന്ന ഒരു ഏരിയ, അത് സൈക്കോളജി ആയിക്കോട്ടെ, അതിൽ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ അവെയർ ആയിട്ട് അത് ഇന്നതാണ് അത് ഇന്നതല്ല എന്ന് പറയാനുള്ള വിവേചന ബുദ്ധി ഉണ്ടാകും വിധം സബ്ജക്റ്റിനെ സമീപിക്കണം എന്നുള്ളതാണ് റീഡ് വിത്ത് അവെയർനെസ്സിലൂടെ ഞാൻ ഉദ്ദേശിച്ചത്. ക്രിയേറ്റിംഗ് ദ പ്ലാറ്റ്ഫോം, എന്തിനും അങ്ങനെ ഒരു സംഗതിയുണ്ട്. നമ്മുടെ കോളേജിൽ ഈ 19-21 ബാച്ചാണ് എന്നെ കേട്ടിരിക്കുന്നത്.
എന്തെല്ലാം പ്രോഗ്രാംസായി കോവിഡ് കാലഘട്ടത്തിൽ അവർ നടത്തിയെന്നറിയോ? UDN നേതൃത്വം നൽകിയെങ്കിലും അത് വിദ്യാർത്ഥികളുടെ കൂട്ടായ പ്രവർത്തനമാണ്. കാലഘട്ടത്തിലെ ഈ മാർച്ച് മുതൽ ഇന്ന് ഞാൻ സംസാരിക്കുന്ന ഡിസംബർ വരെ പൂമ്പാറ്റകളെ പോലെ ഈ ഒരു ക്യാമ്പസിൽ പാറി നടക്കേണ്ട നിങ്ങൾ വീട്ടിൽ ഒരു കൂട്ടിൽ കെട്ടിയിട്ട് ഇരുന്നിട്ട് പോലും ഫറൂഖ് ട്രെയിനിങ് കോളേജിനെ ലോകത്തോളം വളർത്താൻ വേണ്ടി നിങ്ങൾ ഒരുപാട് പ്രോഗ്രാംസ് ഇവിടെ സംഘടിപ്പിച്ചു. എന്താണ് വാസ്തവത്തിൽ അതിന് സംഭവിച്ചത്? ഒരു പ്ലാറ്റ്ഫോം ഞങ്ങൾ അധ്യാപകരും നിങ്ങളെ നേതാക്കളും തമ്മിൽ ഇവിടെ ഉണ്ടാക്കി. ആ പ്ലാറ്റ്ഫോമിലാണ് നിങ്ങൾ പെർഫോം ചെയ്തത്. അതുകൊണ്ട് മറ്റു കോളേജിൽ നിന്ന് വ്യത്യസ്തമായി നമുക്കൊരു നല്ല സജീവത നിലനിർത്താൻ ഇവിടെ സാധിച്ചു. എന്തിനും ഇത്തരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ജീവിതം മനോഹരമാക്കുന്നതിന് വേണ്ടി അമ്മ എന്ന് പറയുന്ന ടീച്ചർ നമുക്ക് വലിയൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ആ പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ എക്സ്പോസ് ചെയ്യുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലേ, വാട്സപ്പിലൊക്കെ കുഞ്ഞു കുട്ടികൾ 2 3 വയസ്സൊക്കെ ഉള്ള കുട്ടികൾ അവരുടെ നല്ല കഴിവുകളൊക്കെ പാട്ടുപാടുക, അഭിനയിക്കുക ഒക്കെ ആയിട്ട് വാട്സപ്പിൽ ക്ലിപ്പ് ചെയ്തിട്ട് നമ്മൾ ആസ്വദിക്കാറുണ്ട്. എങ്ങനെയാണ് ആ കുട്ടി അവിടെ നല്ലപോലെ പെർഫോം ചെയ്യുന്നത്? ആ വീടും ആ അമ്മയും ആ കുട്ടിക്ക് അത്തരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുക്കുകയാണ്. വൈകുന്നേരം TV-യിൽ കാണിക്കുന്ന റിയാലിറ്റി ഷോയില് നല്ല സിംഗറുടെ അമ്മയും അച്ഛനും ആ ഗാലറിയിൽ ഇരിക്കുന്നുണ്ട്. ആ കുട്ടിക്ക് അത്തരത്തിൽ പാടി ലോകം മുഴുവൻ നല്ല ഒരു പ്രതിഭയായി എക്സ്പോസ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം ആ മാതാപിതാക്കൾ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. എല്ലാ പെർഫോമേഴ്സും ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ പെർഫോം ചെയ്യുന്ന ആളുകളാണ്. ഈ പരീക്ഷയ്ക്ക് നിങ്ങൾ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കണം. അതിലൊരു ഭാഗം മാത്രമാണ് നമ്മുടെ കോളേജ്, ഞങ്ങൾ അധ്യാപകർ, നിങ്ങളുടെ രക്ഷിതാക്കള്. അതിലപ്പുറം നിങ്ങൾ അതിൽ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പൊ ഇന്നു മുതൽ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾ ഉണ്ടാക്കുക. ആ പ്ലാറ്റ്ഫോമിലാണ് ഈ പരീക്ഷ ഏറ്റവും നന്നായി നിങ്ങൾ പെർഫോം ചെയ്യുന്നത്. അറ്റ്മോസ്ഫിയർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. മറ്റു ഒരു ടാർഗറ്റ് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റിവെക്കണം. ഇതിപ്പോ ഞാൻ നിങ്ങളെ ഈ ഒരു ജനറൽ ഓറിയന്റേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇരുന്നിട്ട്, ഈ പ്രിൻസിപ്പലിന്റെ ഓഫീസിൽ ഇരുന്നിട്ട്. ഇവിടെ ഞാൻ അതിനുവേണ്ടി ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇടയ്ക്ക് ഞാൻ ആരോടൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ട്. അവരോടൊക്കെ ഞാൻ വരുമ്പോൾ തന്നെ കൈകൊണ്ട് ഇങ്ങനെ കാണിക്കും. കാരണം ആ സംസാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഈ പണി നടക്കില്ല. ഞാനിവിടെ ഒരു അറ്റ്മോസ്ഫിയർ ഇപ്പൊ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ഈ തിരക്കുകൾക്കിടയിൽ. ഈ അറ്റ്മോസ്ഫിയർ ഡിറ്റർമിൻഡ് ആണ്. ഒരു പ്ലാറ്റ്ഫോം ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം, ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ഈ പരീക്ഷ കഴിയുന്നത് വരെ നിങ്ങളെ ചുറ്റിപ്പറ്റി തിരിയുന്ന ഒരുപാട് കാര്യങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യണം? ഡിലീറ്റ് ചെയ്യണം. നിങ്ങളുടെ കമ്പനി, നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ, നിങ്ങളുടെ മറ്റ് സൈഡ് കമ്പാർട്ട്മെന്റ് പ്രവർത്തനങ്ങൾ, നാടൻ ഭാഷയിൽ പറഞ്ഞാല് ഇതൊക്കെ തൽക്കാലം അങ്ങോട്ട് മാറ്റി വെക്കണം. എന്തിനാ? ഏറ്റവും നല്ല ഒരു ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയിട്ട്. നെറ്റിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ഹൈസ്കൂളിൽ നിന്ന് 3 ദിവസം ലീവ് എടുത്തു. എന്നെ പഠിപ്പിച്ച എൻ്റെ സീനിയർ അധ്യാപിക ലീവ് കൊടുത്തപ്പോൾ എന്നോട് പറഞ്ഞു, നീ എവിടെ പോണെന്ന് ചോദിച്ചു. ഞാൻ പഠിപ്പിക്കുന്ന സ്കൂൾ എടരിക്കോട് ഹൈസ്കൂൾ എന്ന വലിയ സ്കൂളായിരുന്നു അന്ന്, നെറ്റ് ക്വാളിഫൈ ചെയ്യുമ്പോൾ. അപ്പൊ അവിടെ എന്നെ പഠിപ്പിച്ച അജിത ടീച്ചർ ഉണ്ടായിരുന്നു. ടീച്ചർ നീ എവിടെ പോകുന്നു ചോദിച്ചു. എന്നെ പഠിപ്പിച്ച ടീച്ചറും കൂടിയാ, ഞങ്ങൾ ഒന്നിച്ചിപ്പോൾ വർക്ക് ചെയ്യുന്നു. ഞാൻ അവിടെ തന്നെ അധ്യാപകനായപ്പോൾ. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ നെറ്റിന് പോവുകയാണ്. അപ്പൊ 2 ദിവസം ലീവ് വേണം. 2 അല്ല, നീ ഒരു 4 ദിവസം അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യും, ലീവ് എടുത്തിട്ട് പ്രിപ്പയർ ചെയ്യും. കേട്ടോ, അറ്റ്മോസ്ഫിയർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ അമ്മയെ പോലെ കരുതുന്ന എന്നെ സോഷ്യൽ സയൻസ് പഠിപ്പിച്ച ആ സീനിയർ ടീച്ചർ, എൻ്റെ സീനിയറായ വൈസ് ഡെപ്യൂട്ടി HMന്റെ റോളിലുള്ള ആ ടീച്ചർ എനിക്കൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി തരികയാണ്. നീ പോയി പ്രിപ്പയർ ചെയ്യും. അങ്ങനെ 4 ദിവസം ഞാൻ ലീവ് എടുത്തിട്ട് എൻ്റെ സുഹൃത്തുക്കളോടൊപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബേസ് ചെയ്തിട്ട് നെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കലാണ്. വീട്ടിലൊക്കെ പറഞ്ഞു ഞാൻ നെറ്റിന് 4 ദിവസം അടങ്ങിയിരിക്കുകയാണ്. ധാരാളം പരിപാടികളുണ്ട്. ഹൈസ്കൂളിലൊക്കെ ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയമാണ്, എന്തെല്ലാം പരിപാടികളുണ്ട്. അപ്പൊ അതുപോലെ നമ്മൾ ഇപ്പൊ ഇലക്ഷൻ നടക്കുകയാണ്, നമുക്ക് അതിലൊക്കെ പങ്കെടുക്കണം. ഇതൊന്നും മാറ്റിവെക്കാൻ പാടില്ല. പക്ഷേ ഇത്തരം ഒരു ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യണം. മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റിവെക്കണം. എന്നിട്ട് ഈ ഒരു എയിം ടാർഗറ്റ് ചെയ്തുകൊണ്ട് കൃത്യമായ ഡിറ്റർമിനേഷനോട് കൂടിയിട്ട്, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കൂടിയിട്ട് ഈ ഒരു പരീക്ഷ കഴിയുന്നവരെ മതി. അത് കഴിഞ്ഞ് നിങ്ങൾ ലീവ് ചെയ്തോളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോളൂ. എല്ലാ വിജയികളും അങ്ങനെയാണ്. ഒരു അമ്പെയ്ത്തുകാരൻ ആ ഉന്നം വെക്കുന്ന പോലെ ആ ഒരു ലക്ഷ്യം ഉന്നം വെച്ചുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നത് വരെ തൽക്കാലം അഡ്ജസ്റ്റ്മെന്റിൽ മാറ്റി നിർത്തി അതിലേക്ക് മാർച്ച് ചെയ്യുമ്പോഴാണ് ലക്ഷ്യപ്രാപ്തിയിൽ എത്തുന്നത്. ആ അർത്ഥത്തിൽ നിങ്ങളൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കണം. സ്റ്റൈൽ ഓഫ് ആൻസറിങ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. 150 ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങളിൽ ഓരോ ചോദ്യവും നിങ്ങൾക്ക് പരിചിതമാണ്. ഓരോ ചോദ്യവും ഒരു പരിചയമില്ലാതെ വരില്ല. കാരണം ജീവിതത്തിലും ഫോർമലായിട്ടും നിങ്ങൾ അധ്യാപനത്തെ ക്ലാസിക്കലായിട്ട് പരിശീലിച്ചിട്ടുണ്ട്. അതിനപ്പുറത്ത് അമ്മ എന്ന ടീച്ചറുടെ അധ്യാപനമുണ്ട്. എന്തിന്?
1 മുതൽ ഡിഗ്രി തലം വരെ നിങ്ങളെ പഠിപ്പിച്ച അധ്യാപകരെ ഒരു ദിവസം മനസ്സിൽ ഓർത്താൽ ഈ ലോകത്തിലുള്ള സകല പെഡഗോജിയും നിങ്ങളുടെ മനസ്സിലേക്ക് വരും. ആരാണ് ബെസ്റ്റ് ടീച്ചർ, ആരാണ് വേസ്റ്റ് ടീച്ചർ, അത്ര പോരെ. 1-ാം ക്ലാസ് മുതൽ നിങ്ങൾ പഠിപ്പിച്ച അധ്യാപകരെ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ചില ആളുകളൊന്നും ഓർമ്മ ഉണ്ടാവില്ല. എന്താ ഓർമ്മയില്ലാത്തത്? അവരുടെ അധ്യാപനം നിങ്ങളുടെ മനസ്സിൽ നിന്നിട്ടില്ല. പക്ഷെ ചില ആളുകളൊക്കെ ഓർമ്മ ഉണ്ടാവും. എന്തുകൊണ്ട്? അതൊരിക്കലും മറക്കാൻ പറ്റില്ല. എന്തുകൊണ്ട് മറക്കാൻ പറ്റില്ല? ലിസ്റ്റ് ചെയ്താൽ അതാണ് ദ ക്വാളിറ്റീസ് ഓഫ് ദ ബെസ്റ്റ് ടീച്ചർ. അങ്ങനെ നോക്കിയാൽ ആരും പഠിപ്പിക്കാതെ തന്നെ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരുപാട് സംഗതികളുണ്ട്. അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ആൻസറിങ്, ശരിയായ ഉത്തരത്തിലേക്ക് എത്താനുള്ള പൊട്ടൻഷ്യൽ നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതിലേക്ക് എത്തണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ചോദ്യങ്ങളൊക്കെ എന്തായിരിക്കും? പരിചിതമായിരിക്കും. ഇത്രമേൽ അനുഭവമുള്ള നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു ചോദ്യവും ഈ കേട്ടറ്റ് പരീക്ഷയ്ക്ക് ചോദിക്കില്ല. പക്ഷെ അവിടെയാണ് ഉത്തരമാണ് പ്രശ്നം. ഉത്തരത്തിൽ ഏറ്റവും അനുയോജ്യമായ ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ്. ആ ഉത്തരം കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ആറ്റിറ്റ്യൂഡും ഡിറ്റർമിനേഷനും അവയർനെസ്സും നല്ല പ്ലാറ്റ്ഫോമും നല്ല അറ്റ്മോസ്ഫിയറും ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഇതിന്റെ ഉത്തരം ഏറ്റവും ആപ്റ്റ് ആണെന്ന രീതിയിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3, ടൈപ്പ് 4 എന്ന് ഞാൻ സാധാരണ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് പറയുമ്പോൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാറുണ്ട്. ടൈപ്പ് 1 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചോദ്യം വായിച്ചു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ചോയ്സ് ആണ് പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ. അതുകൊണ്ട് ചോദ്യം വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസറിലേക്ക് നോക്കാതെ തന്നെ ഉത്തരം മനസ്സിൽ ഫ്ലാഷ് ചെയ്യുന്ന ചോദ്യങ്ങളാണെങ്കിൽ, ഹു വാസ് ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, ആൻസർ നോക്കേണ്ട കാര്യമില്ല. ഇവിടെ റോസാപ്പൂ വെച്ച ഒരു തൊപ്പിയിട്ട മനുഷ്യനെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കാണും. ഇന്ത്യയുടെ ശില്പിയായ നെഹ്റുവിന്റെ പടം നമ്മളെ മനസ്സിൽ വരും. അത് എ ആണോ ബി ആണോ സി ആണോ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഇതാണ് ടൈപ്പ് 1 ക്വസ്റ്റ്യൻ. ഈ പറയുന്ന അവയർനെസ്സും ഈ പറയുന്ന ഡിറ്റർമിനേഷനും നല്ല പ്രിപ്പറേഷൻ നടത്തിയ ഒരു കുട്ടിക്ക് 150 ചോദ്യത്തില് ഏതാണ്ട് 40% ക്വസ്റ്റ്യൻ അങ്ങനെ കിട്ടുമെന്നാണ് ഞാൻ പറയുന്നത്. 40% ചോദ്യം നിങ്ങൾക്ക് ചോയ്സിലേക്ക് നോക്കേണ്ടി വരില്ല. അത്തരം ചോദ്യം ആൻസർ ചെയ്യാൻ എളുപ്പമാണ്. നെഹ്റു എ ആണോ ബി ആണോ സി ആണോ നോക്കിയാൽ മതി. ബി ആണ്, ബി കറപ്പിച്ചോളാം. ഇനി എയും ബിയും, ബി കറപ്പിച്ചു കഴിഞ്ഞാൽ എയും സിയും ഡിയും എന്താണെന്നൊന്നും നിങ്ങൾ നോക്കണ്ട. ടൈം കളയരുത് ഒരിക്കലും. കേട്ടിട്ട് മറ്റു ആൻസറുകളൊക്കെ ആരെയാണ് ഇട്ടിരിക്കുന്നത്? ഗാന്ധിനെ ഇട്ടിട്ടുണ്ടോ? ഇതൊന്നും നിങ്ങളുടെ ജോലിയേ ഇല്ല. നെഹ്റുവിനെ കിട്ടി, കറപ്പിച്ചു. ബി സെൽഫിഷ്. അത്രയും സമയം ലാഭിക്കണം. ടൈപ്പ് 1 ക്വസ്റ്റ്യന് നിങ്ങൾക്ക് വിത്തിൻ സെക്കൻഡ്സ് ആൻസർ ചെയ്യാൻ പറ്റും. ടൈപ്പ് 2 ചോദ്യം വായിച്ചു, ഉത്തരം ഫ്ലാഷ് ചെയ്യുന്നില്ല. പക്ഷേ നാക്കും തുമ്പിൽ എനിക്കറിയാമായിരുന്നു, നാക്കും തുമ്പിൽ ഇങ്ങനെ കളിക്കുന്നുണ്ട് എന്ന് പറയും. അങ്ങനെ കളിക്കാൻ നിൽക്കേണ്ട, നേരെ ആ ചോയ്സിലേക്ക് നോക്കിയാൽ മതി. ഒറ്റ നോട്ടം ചോയ്സ് നോക്കിയാൽ യെസ് ദിസ് ഈസ് ദ ആൻസർ എന്ന് പറയാവുന്നതാണ് ടൈപ്പ് 2 ക്വസ്റ്റ്യൻ. ഏതാണ്ട് ഒരു 20% ക്വസ്റ്റ്യൻ അങ്ങനെ നിങ്ങൾക്ക് കിട്ടും. ഈ ചോയ്സ് സ്കാൻ ചെയ്യുമ്പോൾ കിട്ടുന്നത് അത് നിങ്ങളുടെ പ്രിപ്പറേഷന്റെ റിസൾട്ടാണ്. അങ്ങനെയുള്ള ചോദ്യം കിട്ടിക്കഴിഞ്ഞാലും അതിനെയും ആൻസർ ചെയ്യാം. മൂന്നാമത്തെ ടൈപ്പ് 3 എന്ന് പറയുന്നത് ചോദ്യം വായിച്ചു, ചോയ്സ് ഇല്ലാതെ കിട്ടുന്നില്ല, ഒരു ക്ലൂവും കിട്ടുന്നില്ല, സ്കാൻ ചെയ്തിട്ടും കിട്ടുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഈ 4 ABCD എന്ന് പറയുന്ന ചോയ്സിൽ ഇതിൽ ഏതാണ് ഉത്തരം എന്ന് നിങ്ങൾക്ക് ചിലപ്പം പറയാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, ഏതല്ല ഉത്തരം എന്ന് പറയാൻ പറ്റുന്ന ഉത്തരങ്ങൾ അതിനകത്തുണ്ടാവും. ഏതാണെന്ന് പറയാൻ പറ്റുന്നുണ്ടാവില്ല, പക്ഷെ ഏതല്ല എന്ന് പറയാൻ പറ്റുന്നുണ്ടാവും. അപ്പൊ അതിൽ നിങ്ങൾക്ക് 3 ചോയ്സും ഇതിന്റെ ഉത്തരമല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നാലാമത്തത് ഇതാണോ എന്ന് അറിയേണ്ട കാര്യമില്ല, നാലാമത്തത് കറക്കിയാൽ മതിയല്ലോ. ചാൻസ് 2, 2 ഉത്തരങ്ങൾ ഇതിലല്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ട്, അതിനെ മാറ്റി. സിയും ഡിയും മാറ്റി, എയോ ബിയോ ആണ്, ഉറപ്പില്ല, നോക്കിക്കോളുക. എയും ബിയും നോക്കിയിട്ട് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു ഒന്നിന് കുത്തിക്കോളാം, ഒരു കുഴപ്പമില്ല. ഇപ്പൊ എൻ്റെ ഈ കാണുന്ന 150 പേരിൽ അങ്ങനെ കുത്തിക്കഴിഞ്ഞാൽ ഏതാണ്ട് പകുതിയിൽ കൂടുതൽ കുത്തിയിട്ടുണ്ടാവും, പകുതിയിൽ കൂടുതൽ ആളുകൾ ബി കുത്തിയിട്ടുണ്ടാവും. അത്രയും ആളുകൾക്ക് ആൻസർ കിട്ടിയല്ലോ, ഒരു പ്രശ്നമില്ല. ഇനി അടുത്ത ചോയ്സ്, 3 ഉത്തരങ്ങളും ഇതിൻ്റെ അല്ല, അല്ലെങ്കിൽ 4 ഇതിൻ്റെതല്ല, ഇതിൻ്റെതാണെന്ന് അറിയാൻ പറ്റുന്നില്ല. അവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി? കറക്കിക്കുത്ത് എന്ന് പറയുന്ന സാധാരണ സാധനം കറക്കിക്കുത്തിക്കോളാം, ഒരു പ്രശ്നമില്ല. കാരണം എന്താ? നെഗറ്റീവ് മാർക്കില്ല, ഈ ആൻസറിന് നെഗറ്റീവ് മാർക്കില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് കറക്കിക്കുത്തിക്കോളാം. അപ്പോ ഇതാണ് 4ാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത്. ഒരു ക്ലോവും കിട്ടാത്ത സാധനത്തിന് കൃത്യമായിട്ട് കറക്കി കുത്തിക്കൊള്ളാം. ഇങ്ങനെ കറക്കി കുത്തിയാലും, ഞാൻ വെറുതെ കറക്കി കുത്തുകയെന്നല്ല പറയണത്, ആരാണ് കറക്കി കുത്തുന്നത്? ഏതെങ്കിലും ഒരു സുപ്രഭാതത്തില് ഈ കേട്ടറ്റ് പരീക്ഷ എഴുതാൻ വന്നയാളല്ല കറക്കി കുത്തുന്നത്. വർഷങ്ങളായി അധ്യാപന മേഖലയിൽ ഞാൻ ഈ പറഞ്ഞ അനുഭവ സമ്പത്തൊക്കെയുള്ള
എണ്ണം പറഞ്ഞ വിദ്യാർത്ഥികളാണ് ഈ 4 ചോയ്സ് നോക്കിയിട്ട് കറക്കിക്കുത്തുന്നത്. ആ കറക്കിക്കുത്ത് ഒരു 1.5 കറക്കിക്കുത്തായിരിക്കും. അതുകൊണ്ട് ഒരു പേടി നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾ കറക്കിക്കുത്തിയത് ഞാൻ നേരത്തെ പറഞ്ഞു, 40% നിങ്ങൾക്ക് ഈസി കിട്ടും, 20% നാക്കും തുമ്പിൽ കിട്ടും. അത് കഴിഞ്ഞ് ഒരു 20%, അപ്പൊ എത്രയായി? 40 + 20 60 ആയി. ഒരു 15% നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഇതേപോലെ ഈ ഒമിറ്റ് ചെയ്തിട്ട് തെറ്റായ സാധനം ഒമിറ്റ് ചെയ്തിട്ടും കിട്ടും. പിന്നെ ഒരു 20% ഈ ടഫിന്റെ കളിയുള്ളൂ. ആ 20% നിങ്ങൾ ധൈര്യമായിട്ട് കറക്കി കുത്തിക്കൊള്ളാം. ഈ രീതിയിൽ മെറിറ്റോറിയസ് ആയിട്ട് സെലക്ഷൻ കിട്ടിയ, ആത്മാർത്ഥമായി പണിയെടുക്കുന്ന എൻ്റെ മക്കളെ സംബന്ധിച്ചിടത്തോളം ആ 25%-ല് നിങ്ങൾ അതിന്റെ 80% നിങ്ങൾ കറക്കി കുത്തിയാൽ ശരിയായിരിക്കും. ദ ടോട്ടൽ നെറ്റ് റിസൾട്ട് ഈസ് 130 ഔട്ട് ഓഫ് 150. ഇതാണ്. ഈ ആത്മവിശ്വാസം നമുക്ക് ഉണ്ടാവണം, ഈ പോസിറ്റീവ് എനർജി നമുക്ക് ഉണ്ടാവണം. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ഫ്രം ഈച്ച് ആൻസേഴ്സ്. നമ്മൾ ഒരു ഉത്തരം എഴുതി കഴിഞ്ഞാൽ, ഒന്നാമത്തെ ഉത്തരം എഴുതി കറപ്പിച്ചു, രണ്ടാമത്തെ ഉത്തരം എഴുതുമ്പോൾ നമ്മുടെ മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തേണ്ടതുണ്ട്. വളരെ സന്തോഷത്തിലാണ് രണ്ടാമത്തെ ചോദ്യം വായിക്കുന്നത്. എന്താ? ഒന്നാമത്തെ ഉത്തരം എൻ്റെത് ശരിയായി. ഇതാണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. അല്ലാണ്ട് ഒന്നാമത്തെ ഉത്തരം പറയുന്ന സമയത്ത് തന്നെ രണ്ടാമത്തെ ഉത്തരത്തിലേക്ക് ചോദ്യം വായിക്കുമ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന്റെ പ്രേതം കിടന്ന് അലയാൻ പാടില്ല. ഞാൻ ഒന്ന് എഴുതിയത് ശരിയാണോ തെറ്റാണോ എന്നൊരു പ്രേതം. അങ്ങനെ ആവുമ്പോൾ ആ ആശങ്കയിൽ നിന്ന് രണ്ടാമത്തെ ചോദ്യം റീഡ് ചെയ്യുന്നതിൽ ആൻസൈറ്റി ഉണ്ടാക്കും. രണ്ടാമത്തെ ചോദ്യം കൃത്യമായിട്ട് മനസ്സിലാവില്ല. 1 കുളവും 2 കുളവും. 5 ചോദ്യം എഴുതി കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് പറയണം, ഞാൻ 5 ചോദ്യം അറ്റൻഡ് ചെയ്തു, 5 ചോദ്യത്തിന് എനിക്ക് അനുവദിച്ച സമയം 5 മിനിറ്റ് ആയിരുന്നു, പക്ഷെ ഞാൻ 3 മിനിറ്റ് കൊണ്ട് തീർത്തു. ഐ എം കോൺഫിഡൻറ്റ്. 5 ചോദ്യത്തിന്റെ ഉത്തരം 5ഉം ശരിയാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്റെ സ്കോറിങ് 100% ആണ്. 5 ഔട്ട് ഓഫ് 5. ഇങ്ങനെ പോയാൽ 150-ൽ 150 മാർക്കും എനിക്ക് കിട്ടും. ഐ ആം കോൺഫിഡൻസ്. എന്നിട്ട് 6ാമത്തെ ചോദ്യം വായിക്കേണ്ടത്. അങ്ങനെ 6ാമത്തെ ചോദ്യം വായിക്കുമ്പോൾ ഒരു പ്രയാസവും നിങ്ങൾ വിചാരിക്കേണ്ട, ഒരു സംശയവും വിചാരിക്കേണ്ട. നിങ്ങൾക്ക് 6ാമത്തെ ചോദ്യം ഈസി ആയിട്ട് കോംപ്രിഹെൻഡ് ചെയ്യും. ഒരു ചോദ്യം നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളുടെ ഈ ദിഷണാശക്തിയും നിങ്ങളുടെ കൊഗ്നിറ്റീവ് ഫീൽഡും അഫക്റ്റീവ് ഫീൽഡും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെയൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം ഈ ചോദ്യത്തെ കൃത്യമായി സ്റ്റാമ്പ് ചെയ്യാൻ പറ്റുന്നോ അവിടെ നിന്നാണ് നല്ല ആൻസർ വരുന്നത്. എവിടെയെങ്കിലും ശ്രദ്ധിച്ചിട്ട് ചോദ്യം വായിക്കരുത്. റൂമിലുള്ള മറ്റാളുകളെ ആരും ശ്രദ്ധിക്കേണ്ട. നമുക്ക് വേണ്ടപ്പെട്ട ആളുകളും പ്രിയതമയൊക്കെ ചിലപ്പോൾ അപ്പുറത്തിരിക്കുന്നുണ്ടാകും, സ്നേഹവാചനമൊക്കെ ഉണ്ടാകും. ഈ പരീക്ഷയിൽ ആരെയും മൈൻഡ് ചെയ്യരുത്. സ്വന്തം കാര്യം മാത്രം, സ്വന്തം മനസ്സ്, ഡിറ്റർമിൻഡ് ആയിട്ടുള്ള പോസിറ്റീവ് അപ്രോച്ച്. എന്നിട്ട് അങ്ങോട്ട് വായിക്കുക, എഴുതുക. ഒരു പ്രശ്നവുമില്ല. മനസ്സിനെ എപ്പോഴും റീഇൻഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കണം. 30 ചോദ്യം കഴിയുമ്പോൾ എനിക്ക് 30 മാർക്ക് കിട്ടി, 25 ഉറപ്പാണ്. എന്നിട്ടാണ് 31ാമത്തെ ചോദ്യം വായിക്കുന്നത്. 100 ചോദ്യം കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ക്വാളിഫൈ ചെയ്തു. 100 ചോദ്യം കഴിയുമ്പോൾ ക്വാളിഫൈ ചെയ്തു. 90 മാർക്കാണ് വേണ്ടത് വെച്ചാൽ 100 ചോദ്യം കഴിയുമ്പോൾ തന്നെ ക്വാളിഫൈ ചെയ്തു. അപ്പൊ ആ അർത്ഥത്തിൽ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കണം. ദെൻ നല്ല മൈൻഡ് സെറ്റപ്പ്. ഞാൻ പറഞ്ഞു, ഒരു ഡിസ്റ്റർബൻസ് അപ്പുറത്ത് നമ്മളെ കാട് വെട്ടുന്നുണ്ട് ഗ്രൗണ്ടിൽ, അതാണ്. അതിപ്പോ റെഡി ആയിക്കോളും. സോ നല്ല മൈൻഡ് സെറ്റപ്പ് ഉണ്ടായിരിക്കണം. നല്ല മൈൻഡ് സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞത് തന്നെയാണ്. ചോദ്യങ്ങളോടും അതിന്റെ ഉത്തരങ്ങളോടും നമ്മൾ എഴുതുന്ന രീതിയോടൊക്കെ ഉള്ള ഇത്. ഇനി പരീക്ഷ എഴുതുന്ന സമയത്തും മറ്റു ചിന്തകളൊന്നും ഉണ്ടാവാൻ പാടില്ല. മനഃശാസ്ത്രപരമായി നമ്മൾ വളരെ ഈസി ആയിട്ട് അതിനെ കൈകാര്യം ചെയ്യണം. ഇത്രയാണ് അതിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറയുന്നത്. ആർ യു റെഡി ആൻഡ് മോട്ടിവേറ്റഡ് എന്നാണ് എൻ്റെ അടുത്ത സ്ലൈഡ്. യെസ് എന്ന് നിങ്ങൾ സ്വാഭാവികമായിട്ടും പറയും. കാരണം ആ അർത്ഥത്തിലാണ് നിങ്ങൾ ഈ ഒരു പരിപാടിയെ കാണുന്നത്. അവിടെ നിങ്ങൾ പറയേണ്ട ഒരു മന്ത്രമാണ് ഐ ക്യാൻ, ബിക്കോസ് ഐ തിങ്ക് ഐ ക്യാൻ. എനിക്ക് പറ്റും. സാറ് പറഞ്ഞ രീതിയിൽ ഈ പരീക്ഷയെ അഭിമുഖീകരിക്കാൻ എനിക്ക് സാധിക്കും. ബിക്കോസ് ഐ തിങ്ക് ഐ ക്യാൻ. ഞാൻ നിങ്ങളോട് പറയും, നിങ്ങളെ ഈ ഒരു നല്ല പേഷ്യൻ്റ് ആയിട്ട് എൻ്റെ ഈ ഒരു ജനറൽ ഓറിയന്റേഷനെ കേട്ടിരിക്കുന്ന നിങ്ങൾക്ക് യു ക്യാൻ, ബിക്കോസ് ഐ തിങ്ക് യു ക്യാൻ എന്ന് ഞാൻ പറയും. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടൊരു കാര്യമില്ല. നിങ്ങൾക്ക് കഴിയുമെന്ന് ഞാൻ വിചാരിച്ചിട്ടൊരു കാര്യമില്ല. നിങ്ങൾക്ക് കഴിയുമെന്ന് സമൂഹം വിചാരിച്ചിട്ടൊരു കാര്യമില്ല. നിങ്ങൾക്ക് കഴിയുമെന്ന് നിങ്ങളുടെ മാതാപിതാക്കൾ വിചാരിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ അത് മാത്രം പോരാ. പിന്നെയോ, നിങ്ങൾക്ക് കഴിയുമെന്ന് നിങ്ങൾ തന്നെ വിചാരിക്കണം. അതാണ് ഐ ക്യാൻ, ബിക്കോസ് ഐ തിങ്ക് ഐ ക്യാൻ. ഞാൻ എന്നെ കുറിച്ച് അങ്ങനെയാ പറയാ. ഐ ക്യാൻ ബിക്കോസ് ഐ തിങ്ക് ഐ ക്യാൻ. അപ്പൊ ഞാൻ മോട്ടിവേഷൻ സാധാരണ കാണിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പാണിത്. ഇത് എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല, ഈ ഗൂഗിൾ മീറ്റ് ഒക്കെ ആയതുകൊണ്ട് ഞാൻ പ്ലേ ചെയ്യുന്നുണ്ട്. ഇത് ഫ്രാൻസിന്റെ ലാവെല്ലിനി 2012 ഒളിമ്പിക്സിൽ ചാടിയ ചാട്ടമാണ്. ഇദ്ദേഹം സെർജി ബുബ്കയാണ്. പോൾവാൾട്ടിലെ വലിയ പെലെ എന്നറിയപ്പെടുന്ന ആളാണ്.
അല്ലെങ്കിൽ ഡീഗോ എന്നൊക്കെ പറയാവുന്ന ആളാണ്. ഈ ലാവലിനിയുടെ ചാട്ടം കണ്ടോ? വളരെ മനോഹരമായിട്ടാണ് അദ്ദേഹം ആ ക്രോസ് ബാർ കവർ ചെയ്യുന്നത്. ഞാൻ പറയുന്നത് ഈ കേട്ടറ്റ് എന്ന് പറഞ്ഞ ഇതുപോലെ ഒരു ക്രോസ് ബാർ ആണ്. ഈ ക്രോസ് ബാറിൽ പലരും ചാടിയിട്ടുണ്ട്, പക്ഷേ ഏറ്റവും മികച്ച ചാട്ടം ചാടാൻ നമുക്ക് കഴിയണം. അങ്ങനെ ചാടണമെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം എത്രത്തോളം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും? ഇത്തരം ഒരു പെർഫെക്ഷനായ ചാട്ടം ചാടണമെങ്കിൽ എന്തായിരിക്കും ആ പ്രാക്ടീസിന്റെ പ്രത്യേകത? കണ്ടോ, ആ കൈയൊന്നും അവിടെ തട്ടിയാൽ ആ ക്രോസ് ബാർ താഴെ വീഴില്ല. ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഏറ്റവും നന്നായി കളിക്കുന്ന സച്ചിന്റെ പെർഫെക്ഷനും കോഹ്ലിയുടെ പെർഫെക്ഷനും ഡീഗോ മറഡോണയുടെ പെർഫെക്ഷനും ഒക്കെ നമ്മൾ കാണുന്നത് ഇവിടെയാണ്. അതായത് കറകളഞ്ഞ പരിശീലനം, നല്ല ഡിറ്റർമിനേഷൻ, ഇതൊക്കെ ഇത്തരത്തിലുള്ള ഒരു പരീക്ഷയ്ക്ക് നമുക്ക് ആവശ്യമാണ് എന്നുള്ളത് സൂചിപ്പിക്കാനാണ് ഞാൻ അങ്ങനെ ഒരു സാധനം കൊണ്ടുവന്നത്. ഈ പരീക്ഷയ്ക്ക് നിങ്ങളെ പ്രാപ്തമാക്കുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കലാലയം, അതാണ് ഈ ഒരു കൊളാഷ് ഞാൻ ഉദ്ദേശിച്ചത്, ഫാറൂഖ് ട്രെയിനിങ് കോളേജ്. ഈ ഫാറൂഖ് ട്രെയിനിങ് കോളേജിന്റെ ഗുരുദർശൻ എന്ന് പറയുന്ന ചാനല് കഴിഞ്ഞ പരീക്ഷയ്ക്ക് നടത്തിയ വിലമതിക്കാനാവാത്ത കോൺട്രിബ്യൂഷൻ, ഫസൽ ലാബിസ് സാറിന്റെ നേതൃത്വത്തിൽ, എൻ്റെ പ്രിയപ്പെട്ട കുട്ടി കൂടിയാണ് ഫസൽ ലാബിസ്, എൻ്റെ ഫസ്റ്റ് ബാച്ചിലെ സ്റ്റുഡൻ്റാണ് അദ്ദേഹം. ഈ ചാനലിന്റെ നേതൃത്വം ഏറ്റെടുത്തതിന് ശേഷം കഴിഞ്ഞ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് ലോകത്തോട് ഈ ചാനൽ വഴി നമ്മൾ സംവദിച്ച ഒരു വലിയ കാര്യമുണ്ട്, ഗുരുദർശൻ. അതേപോലെ തന്നെ നമ്മുടെ ഇന്ന് നിങ്ങൾ വളരെ മനോഹരമായി ടെക്നോളജിയിലൂടെ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഓൺലൈൻ കൊളാബറേറ്റീവ് ലേണിംഗ് പ്രോജക്ട് OCLP എന്ന് പറയുന്ന പ്രോജക്റ്റാണ്. 19-21 ബാച്ചിന് അറിയാം, നിങ്ങൾ നാളെ എഴുതാൻ പോകുന്ന പരീക്ഷയ്ക്ക് നമ്മൾ മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് OCLPയുടെ പ്രൊജക്റ്റാണ്. ഈച്ച് വൺ ടീച്ച് വൺ എന്നാണ് നമ്മൾ ഈ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരും മറ്റൊരാളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനും നിങ്ങളെ കൂട്ടത്തിലുള്ള ഒരു കുട്ടിയാണ്, പ്രിൻസിപ്പൾ അല്ല. നിങ്ങളെ കൂട്ടത്തിലൊരു കുട്ടിയാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു, അത്ര തന്നെ ഉള്ളൂ. നിങ്ങൾ എന്നെയും പഠിപ്പിക്കുന്നു. നിങ്ങൾ എന്നെ പഠിപ്പിച്ചതുകൊണ്ടാണല്ലോ ഞാൻ പ്രിൻസിപ്പൽ ആയത്. ഈ തരം പ്രവർത്തനങ്ങളെ എല്ലാം ഏകോപിപ്പിക്കുന്ന നമ്മുടെ കോളേജിന്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോജക്റ്റിനെയാണ് നമ്മൾ FTCA എന്ന് പറയുന്നത്, ഫറൂഖ് ട്രെയിനിങ് കോളേജ് ഇന്നവേറ്റീവ് അക്കാഡമിയ. കോളേജിന്റെ എല്ലാ ക്രിയേറ്റീവ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളുടെയും ഫോർമൽ ബാനറാണ് FTCA. FTCയുടെ കീഴിലാണ് നമ്മൾ ഈ പ്രോഗ്രാംസ് ഒക്കെ നടത്തുന്നത്. നിങ്ങളെ കറകളഞ്ഞ ഏറ്റവും നല്ല കേട്ടറ്റ് ഹോൾഡർ ആക്കിയിട്ട് മാറ്റും, നെറ്റ് ഹോൾഡർ ആക്കിയിട്ട് മാറ്റണം, സെറ്റ് ഹോൾഡർ ആക്കിയിട്ട് മാറ്റണം, അതിനപ്പുറം ലോകം ബഹുമാനിക്കുന്ന ഒരു അധ്യാപകനായി മാറ്റണം. അതിന് FTCA നിങ്ങളുടെ കൂടെ ഉണ്ട്, ഒരു തർക്കവുമില്ല. വീണ്ടും ഞാൻ ഈ വിഷയങ്ങളെ കാണുവാണ്. അതായത് നമ്മുടെ ആ പേപ്പറിലെ ആ സ്ലൈഡിനെ ഒന്നുകൂടി കാണിക്കുകയാണ്. ഇനി ഒരു കുറച്ച് സമയം കൊണ്ട് ഞാൻ ഒരു കാര്യം കൂടെ അവതരിപ്പിച്ച് നിർത്തും. ഘടനയും ഉള്ളടക്കവും നോക്കൂ. 3 ഏരിയയാണ്: കൗമാര മനഃശാസ്ത്രം, പഠന സിദ്ധാന്തം, ഭാഷ, വിഷയാടിസ്ഥാനത്തിലുള്ള പെഡഗോഗിയുടെ ചോദ്യങ്ങൾ. ഇതാണ് ഈ പരീക്ഷയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഈ സ്ട്രക്ചറിലുള്ള പ്രിപ്പറേഷൻ നിങ്ങൾ നടത്തുന്ന സമയത്ത് ഇതിന്റെ എല്ലാം ബേസിക് ആയിട്ട് വരുന്നത് അധ്യാപനം തന്നെയാണ്. ഇതിൽ ഒരു ഏരിയ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡാണ്. ആ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് എല്ലാം ടീച്ചിങ് ആണ്, ടീച്ചിങ് എന്ന് പറയുന്നത് ലേണിംഗ് ആണ് എന്ന് പറഞ്ഞാലേ അത് പൂർണ്ണമാവുള്ളൂ. ഞാൻ പറയും, അത്തരത്തിലുള്ള ആ ടീച്ചിങ്ങിന്റെ അടിസ്ഥാനപരമായ ചില ബേസ് പില്ലേഴ്സ്, ബേസ് സ്റ്റോൺസിലേക്ക് നിങ്ങളെ മനസ്സിനെ ഒന്ന് പാകപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ശ്രമം, ഒരു 5, 6, 8 സ്ലൈഡ് കൂടെ കാണിച്ചുകൊണ്ട് ഞാൻ നിർത്തും. അപ്പൊ ഇത് തുടങ്ങുന്നതിന് മുമ്പേ എന്ത് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ബേസ് ആയിട്ട് ഇടേണ്ടത് ഇതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങളാണ്. അതിൽ ആ 3 ഏരിയ നിങ്ങൾ പഠിക്കുമ്പോഴും, അത് ഭാഷ പഠിക്കുകയാണെന്നുണ്ടെങ്കിലും, ബോധനശാസ്ത്രം പഠിക്കുകയാണെന്നുണ്ടെങ്കിലും, മനഃശാസ്ത്രവും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും പഠിക്കുകയാണെങ്കിലും ഒക്കെ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ആധാരശിലകളായിട്ടുണ്ടായിരിക്കണം. എന്താണ്? അതിന് ഞാൻ ആദ്യം കൊടുത്ത സ്ലൈഡ് ടീച്ചിങ് അറ്റ് 3 എന്നാണ്. 3 ടീച്ചിങ്. ഒന്ന്, കോണ്ടാക്ട് ബിറ്റ്വീൻ മോർ മെച്ചുർ പേഴ്സണാലിറ്റി ആൻഡ് ലെസ് മെച്ചുർ വൺ. അധ്യാപനം എന്ന് പറയുന്നതിനെ കുറച്ച് വലിയ മെച്ചൂറിറ്റി ഉള്ള ഒരാളും തീരെ മെച്ചൂറിറ്റി ഇല്ലാത്ത ആളുകളും തമ്മിലുള്ള ഒരു കോണ്ടാക്ട് ആയിട്ട് കാണുന്ന ഒരു അധ്യാപന രീതി. 2, ഇന്റർപേഴ്സണൽ ഇൻഫ്ലുവൻസ്. ആദ്യത്തേനെ ഞാൻ ഓട്ടോക്രാറ്റിക് എന്ന് പറയുന്നു, രണ്ടാമത്തേനെ ഇന്റർപേഴ്സണൽ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാല് ഒരാള് അധ്യാപനം നടത്തുമ്പോൾ ആരാണോ അധ്യാപനം അനുഭവിക്കുന്നത് അയാളുടെ ഇൻഫ്ലുവൻസ് ഉണ്ടാകും, അയാളുടെ ഇൻഫ്ലുവൻസ് അധ്യാപകനും ഉണ്ടാകും. അതിന് ഡെമോക്രാറ്റിക് എന്ന് പറയും. മൂന്നാമത്തത് ആൻ ഈസി ഗോയിങ് പ്രോസസ്, ലൈസെ ഫെയർ പ്രോസസ്. ഞാനിത് ആദ്യം ടീച്ചിങ് അറ്റ് 3 എന്ന് കാണിക്കാനുള്ള കാരണം 3 രീതിയിലും നമുക്ക് പഠിപ്പിക്കാം. ഒന്ന്,
തികഞ്ഞ സ്വേച്ഛാധിപതിയായി പഠിപ്പിക്കാം. ക്ലാസ്സിൽ വന്നിട്ട് കുട്ടിയോട് പറയാൻ തുടങ്ങും, ഞാൻ ആരാണെന്ന് നിനക്ക് മനസ്സിലായിട്ടുണ്ടോ? 45 മിനിറ്റും ഞാൻ ആരാണെന്ന് അയാളെ മനസ്സിലാക്കുന്ന, പലതരത്തിൽ മനസ്സിലാക്കുന്ന അധ്യാപകരുണ്ട്. എന്നിട്ടുണ്ടോ നമുക്ക് മനസ്സിലാവണം മൂപ്പരാരാണെന്ന്? 45 മിനിറ്റും മനസ്സിലാക്കിക്കൊണ്ടിരിക്കും. ക്ലാസ് കഴിയുന്നത് വരെ മനസ്സിലാക്കും. എന്നിട്ടൊന്നും നമുക്ക് മനസ്സിലാവില്ല മൂപ്പരാരാണെന്ന്. ക്ലാസ് കഴിയുമ്പോൾ പറയും, ഇനി നീ വീട്ടിൽ പോയിട്ട് അച്ഛനെയും കൊണ്ടുപോവാ, നാളെ ഞാൻ അച്ഛന് മനസ്സിലാക്കി കൊടുക്കാന്നൊക്കെ പറയും. സ്ഥിരമായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യമാണത്. ഇങ്ങനെ അധ്യാപകൻ ആരാണെന്ന് കുട്ടിയെ മനസ്സിലാക്കുന്ന ചില സ്വേച്ഛാധിപതികളുണ്ട്. അങ്ങനെയുള്ള അധ്യാപനമുണ്ട്. ഇത് അധ്യാപനത്തെ കുറിച്ച് ഞാൻ പറയാനുള്ള കാരണം, അധ്യാപനം എന്തല്ല എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ 3 ഏരിയയിലുള്ള കേട്ടറ്റിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും അധ്യാപനത്തിന്റെ അഭിരുചി എന്നുള്ള ആദ്യത്തെ കാര്യം പറയുമ്പോൾ ഈ 3 ടീച്ചറെ നിങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവരണം. രണ്ടാമത്തെ ഏരിയയിൽ ഭാഷയെക്കുറിച്ച് നിങ്ങൾ പഠിക്കുമ്പോൾ, പ്രിപ്പയർ ചെയ്യുമ്പോൾ, ആരുടെ ഭാഷ? സ്വേച്ഛാധിപതിയായ അധ്യാപകന്റെ ഭാഷയാണോ? അതല്ല, എൻ്റെ ഭാഷ നിങ്ങളെ കോരിത്തരിപ്പിക്കുന്ന രീതിയിലാകുമ്പോൾ നിങ്ങളിൽ എൻ്റെ ഭാഷ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നു. നിങ്ങൾ എന്നോട് മറുപടി പറയുമ്പോൾ അത് എന്നിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നു. സാറ് പറഞ്ഞ ആ കാര്യം എനിക്ക് മനസ്സ് തട്ടിയിട്ടോ? നിങ്ങൾക്ക് മാത്രമല്ല മനസ്സ് തട്ടുക, ആ പറഞ്ഞ കാര്യം എൻ്റെ മനസ്സിലും തട്ടി. എന്താ? ഞാൻ പറഞ്ഞ കാര്യം എൻ്റെ കുട്ടിക്ക് തട്ടിയല്ലോ എന്നുള്ളത് എനിക്കും തട്ടണം. ദിസ് ഈസ് വാട്ട് ഈസ് ഇന്റർപേഴ്സണൽ ഇൻഫ്ലുവൻസ്. അതാണ് മറ്റൊരു ടീച്ചിങ്. ഇതൊന്നുമില്ലാണ്ട് ഞാനന്ന് പറയും, നിങ്ങൾക്ക് തട്ടിയെങ്കിൽ തട്ടി, മുട്ടിയെങ്കിൽ മുട്ടി എന്നുള്ളത് എനിക്ക് പോകുന്നതാണ് മൂന്നാമത്തെ അധ്യാപനം. ഈ കേട്ടറ്റിന് വേണ്ടി നിങ്ങൾ എന്ത് പ്രിപ്പയർ ചെയ്യുമ്പോഴും ഞാൻ എവിടെയാണ്? ഞാൻ ഓട്ടോക്രാറ്റിക് ആണോ? ഞാൻ ഡെമോക്രാറ്റിക് ആണോ? ഞാൻ ലൈസേ ഫെയർ ആണോ എന്ന് തോന്നണം. എല്ലാ വിഷയങ്ങളും, നാളെ തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓരോ ഫാക്കൽറ്റിയും പഠിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിന്റെ ബ്രെയിനിന്റെ ഒരു മൂലയിൽ ഒരു വാച്ച് ഡോഗ് ആയിട്ട് ഈ 3 കൺസെപ്റ്റിനെ നിർത്തണം. ഒരു ഓട്ടോക്രാറ്റിക് ടീച്ചർ, ഒരു ഡെമോക്രാറ്റിക് ടീച്ചർ, ഒരു ലൈസേ ഫെയർ ടീച്ചർ. എന്തിനേയും ഇതിൽ 3ലിട്ട് ഇങ്ങനെ കമ്പയർ ചെയ്യണം. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ മനസ്സിലൊരു സ്കിൽ ഉണ്ടാകും. അതെന്താണ്? ടീച്ചിങ്ങിനെ കുറിച്ച് എന്ത് ചോദിച്ചാലും അതിൽ നിയതമായ കറക്റ്റായ ഉത്തരം എനിക്ക് പറയാൻ പറ്റും. ആ ചൂസ് ചെയ്യാനുള്ള സ്കിൽ ഉണ്ടാവുന്നത് ഇത്തരത്തിലുള്ള കമ്പാരിസണിലാണ്. ഇതിനെക്കുറിച്ച് ഒരുപാട് സംസാരിക്കാനാണ്, ഞാൻ ഒന്നും സംസാരിക്കില്ല. ഈ ഒരു ബേസ് കൺസെപ്റ്റ് മാത്രം ഇട്ടുകൊണ്ട് ടീച്ചിങ് അറ്റ് 3ൽ നിന്ന് ഞാൻ അടുത്ത സ്ലൈഡിലേക്ക് പോവാണ്. 8 കോർ ടീച്ചിങ്. 8 കോർ ടീച്ചിങ്. ടീച്ചിങ്ങിന്റെ 8 കോർ. വീണ്ടും ഞാൻ പറയുന്നു, നാളെ തൊട്ടുള്ള എല്ലാ വിഷയങ്ങളും പഠിപ്പിക്കുമ്പോഴും, ഓരോ വിഷയത്തിലും ഓരോ ആശയങ്ങൾ പഠിപ്പിക്കുമ്പോഴും നിങ്ങൾ 3 അറ്റ് ടീച്ചിങ്ങിൽ നിന്ന് 8 കോർ ടീച്ചിങ്ങിലേക്കുള്ള പോയിന്റ് നോക്കണം. 1, കോസിംഗ് ടു ലേൺ. അധ്യാപനം പഠനത്തിന് ഉപകാരപ്രദമുള്ളതായിരിക്കണം. ഞാൻ നിങ്ങൾക്കൊരു ക്ലാസ് എടുത്താൽ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടണം, അല്ലെങ്കിൽ പിന്നെ അത് ക്ലാസ് അല്ലല്ലോ, ടീച്ചിങ് അല്ല. എല്ലാ കാര്യങ്ങളും ടീച്ചിങ് ആണോ? ടീച്ചറെ പോലെ സംസാരിക്കുന്ന പല ആളുകളും ഉണ്ട്, പക്ഷെ അത് ടീച്ചിങ് അല്ല. കുട്ടിയിൽ പഠനം എന്ന് പറയുന്ന പ്രക്രിയ ശാസ്ത്രീയമായി നടക്കുന്നതിന് വേണ്ടി കൃത്യമായി നടത്തുന്ന ഒരു പ്രോസസ് മാത്രമാണ് ടീച്ചിങ്. അതുകൊണ്ട് കേട്ടറ്റിന് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ തലം നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ ടീച്ചിങ്ങിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ആ ടീച്ചിങ് ഷുഡ് ബി കോസിംഗ് ടു ലേൺ. അങ്ങനെയുള്ള ഒരു ടീച്ചിങ് നടത്തണം എന്നുണ്ടെങ്കിൽ നീഡ് എഫിഷ്യന്റ് പ്ലാനിങ്. നല്ല തയ്യാറെടുപ്പ് വേണം. ഒരു തയ്യാറെടുപ്പും ഇല്ലാണ്ട് ഞാൻ എത്ര കാലമായി പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട്? 10-20 കൊല്ലമായി ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് ഇപ്പൊ ഇനിയിപ്പോ ക്ലാസ് എടുക്കാൻ ഒരു പ്രിപ്പറേഷൻ വേണോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. നിങ്ങൾ 100 കൊല്ലം പഠിപ്പിച്ചാലും 100 കൊല്ലം പഠിപ്പിച്ചാലും അടുത്ത ഒരു ക്ലാസ്സിലേക്ക് പോകുമ്പോൾ നീഡ് എഫിഷ്യന്റ് പ്ലാനിങ്. അതാണ് നല്ല ടീച്ചർ എന്ന് പറയുന്നത്. അതിന്റെ വലിയൊരു ലോകത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. ഓപ്പർച്യൂണിറ്റി ഫോർ ആക്ടിവിറ്റി. അധ്യാപനം അനുഭവങ്ങൾ, അതായത് പ്രവൃത്തി അധിഷ്ഠിതമായിരിക്കണം. നാളെ വരുന്ന എല്ലാ ടോപ്പിക്കുകളും നിങ്ങൾ ഈ പോയിന്റുമായിട്ട് കണക്ട് ചെയ്യുക. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിരിക്കണം. ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ആക്കിയിട്ട് ഇങ്ങനെ പ്രവർത്തനം നടത്തുക എന്ന് മാത്രമല്ല, മനസ്സിനെ കർമ്മനിരതമാക്കണം. ബോഡി അനങ്ങാതിരുന്നോട്ടെ, ഒരു പ്രശ്നവുമില്ല. ബുദ്ധൻ പണ്ട് ധ്യാനം ചെയ്തപ്പോഴേ അദ്ദേഹത്തിന്റെ ബോഡി കർമ്മരഹിതമായിരുന്നു, പക്ഷെ മനസ്സ് കർമ്മനിരതമായിരുന്നു. അതുകൊണ്ടാണ് ലോകത്തിന് അഹിംസയുടെയൊക്കെ വലിയ 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 ആശയങ്ങൾ അദ്ദേഹത്തിന് പ്രദാനം ചെയ്യാൻ പറ്റിയത്. ഇപ്പൊ ഈ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പാക്കലും കളിക്കലും പ്ലേവേ ആണെന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. മറിച്ച് അതെന്താണ്? നമ്മുടെ പേഴ്സണാലിറ്റിയെ കർമ്മനിരതമാക്കുകയാണ്. അങ്ങനെയുള്ളതായിരിക്കണം നല്ല അധ്യാപനം എന്ന് പറയുന്നത്. എമ്പതറ്റിക് ആയിരിക്കണം. നിങ്ങളിൽ എന്നെ കാണാൻ എനിക്ക് സാധിക്കുമ്പോഴാണ് എമ്പതി ഉണ്ടാവുന്നത്. ക്ലാസ്സിലിരിക്കുന്ന കുട്ടിയെ, ആ കുട്ടിയില് അധ്യാപകനായ ഞാൻ എന്നെ കാണുകയാണ്. നിങ്ങൾ ഞാൻ തന്നെയാണെന്ന് എത്തിച്ചേരുന്ന ഒരു സംഗതി. അപ്പോഴല്ലേ
നിങ്ങളുടെ മണവും ചൂരും എന്റേതായി മാറുന്നത് അപ്പോഴാണ്. അതാണ് സാമൂഹികമായ ഏറ്റവും ഉന്നതമായ മൂല്യബോധം എന്ന് പറയുന്നത്. നിങ്ങൾ കറുത്തവനോ വെളുത്തവനോ ഒക്കെ ആയിക്കോട്ടെ, നിങ്ങൾ ഉയർന്നവനോ താഴ്ന്നവനോ ആയിക്കോട്ടെ, നിങ്ങൾ അറിവില്ലവനോ അറിവില്ലാത്തവനോ ഒക്കെ ആയിക്കോട്ടെ, ഇതൊക്കെ ഈ ലോകം ഉണ്ടാക്കി വെച്ച സംഗതികളാണ്, അല്ലാണ്ട് അത് വാസ്തവമൊന്നുമല്ല. നിങ്ങൾ ഏത് ജാതിക്കാരനൊക്കെ ആയിക്കോട്ടെ. പക്ഷേ നിങ്ങൾ എങ്ങനെയായാലും നിങ്ങൾ ഞാനാണ് എന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ പറഞ്ഞ ക്വാളിറ്റിയും ഡിസ്ക്വാളിറ്റിയും ഒന്നും എനിക്കൊരു പ്രശ്നമല്ല. നിങ്ങൾ ഞാനാണല്ലോ. എനിക്ക് ഈ ലോകത്ത് ഏറ്റവും പ്രിയപ്പെട്ടത് ഞാനാണ്. നിങ്ങളിൽ ഞാൻ എന്നെ കാണുമ്പോൾ ഞാൻ നിങ്ങളായി മാറുകയാണ്. ഇതാണ് എമ്പതി എന്ന് പറയുന്നത്. ഒരു അധ്യാപകന് ഏറ്റവും വേണ്ട ഗുണം അതാണ്. ദെൻ കോപ്പറേറ്റീവ് ആയിരിക്കണം. അതൊന്നും ഞാൻ പറയുന്നില്ല. ഓർഗനൈസസ് ദ ലേണിംഗ്. പഠനത്തെ സംഘടിപ്പിക്കുന്നയാളാണ് അധ്യാപകൻ, പഠിപ്പിക്കുന്ന ആളല്ല. ഇനി NCF KCF ഒക്കെ പറയാനുണ്ട്, അതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് വരൂ. പഠനത്തെ സംഘടിക്കുന്നയാളാണ് അധ്യാപകൻ. ഇറ്റ് ഈസ് ബോത്ത് ഡയഗ്നോസ്റ്റിക് ആൻഡ് റെമഡിയൽ. അധ്യാപനത്തിന്റെ രണ്ട് പ്രധാനപ്പെട്ട തലങ്ങളാണ്. എന്താണ് കുട്ടി എന്ന് മനസ്സിലാക്കുക, എന്നിട്ട് ആ കുട്ടിക്ക് വേണ്ടത് എന്താ വെച്ചാൽ കൊടുക്കുക. അതാണ് ഡയഗ്നോസിസും റെമഡിയലും. രണ്ടും ചെയ്യുന്നയാളാണ് അധ്യാപകൻ. ദെൻ പ്രോഗ്രസീവ് ആണ്. ഒരു കുട്ടിയെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ, ഒരു ക്ലാസ് പഠിക്കുമ്പോൾ സംതിങ് ആഡിങ് ന്യൂ ടു ദ എക്സിസ്റ്റിംഗ്, പുതിയതിലേക്ക് കുറച്ച് ചേർക്കണം. അല്ലാണ്ട് നിലവിലുള്ളത് തന്നെ കുത്തിക്കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ കുട്ടിക്ക് ബോറടിക്കും. ഇനി ഈ അധ്യാപനത്തിനെ നമ്മളൊന്ന് ഗ്ലോറിഫൈ ചെയ്ത് നോക്കുക. ഈ വേർഡ്സ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കൂ. ഇൻസ്ട്രക്ഷൻ, ഈസ് ഇറ്റ് ടീച്ചിങ്? അങ്ങനെയാണെങ്കിൽ പിന്നെ ഇൻസ്ട്രക്ഷൻ എന്ന് പറയണ്ടല്ലോ. ലേണിംഗ്, ഈസ് ഇറ്റ് ടീച്ചിങ്? ട്രെയിനിങ്, അനദർ മോഡ്, ഈസ് ഇറ്റ് ടീച്ചിങ്? കൗൺസിലിംഗ്, ഗൈഡിങ്, മെന്ററിങ്, അപ്രന്റീസ്, ഇതൊന്നും അധ്യാപനമല്ല. മറിച്ചോ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഈ പറയുന്ന ഇൻസ്ട്രക്ഷൻ ഈസ് നോട്ട് ടീച്ചിങ്, ബട്ട് ടീച്ചിങ് ഈസ് ഇൻസ്ട്രക്ഷൻ. ലേണിംഗ് ഈസ് നോട്ട് ടീച്ചിങ്, ബട്ട് ടീച്ചിങ് ഈസ് ലേണിംഗ്. ട്രെയിനിങ് ഈസ് നോട്ട് ടീച്ചിങ്, ബട്ട് ടീച്ചിങ് ഈസ് ട്രെയിനിങ്. കൗൺസിലിംഗ് ഈസ് നോട്ട് ടീച്ചിങ്, ബട്ട് ടീച്ചിങ് ഈസ് കൗൺസിലിംഗ്. അവസാനം വരെ പറഞ്ഞാൽ ടീച്ചിങ് എന്ന് പറയുന്നത് എന്തായി? അതാണ് ടീച്ചിങ്. എന്താണ് ടീച്ചിങ് എന്ന് ചോദിച്ചാൽ ഇതാണ് ടീച്ചിങ്. ചില ആളുകൾ ഇൻസ്ട്രക്ടർ ആയിട്ട് മാറും, അദ്ദേഹത്തിന് ടീച്ചർ ആകാൻ പറ്റില്ല. An instruction cannot be a teacher, but teacher is always an instructor. തിരിച്ചൊരു ഡയമെൻഷനും കൂടി ഇതിലുണ്ട്. വെറും ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്താൽ ടീച്ചർ ആവുമോ? ആവില്ല. ടീച്ചർ എപ്പോഴാണ് ടീച്ചർ ആവുന്നത്? അദ്ദേഹം ഞാൻ ഈ പറഞ്ഞ ഇൻസ്ട്രക്ടർ മുതൽ ഈ അപ്രന്റീസ് വരെയുള്ള കാര്യങ്ങളിലേക്ക് എത്തുമ്പോഴാണ് ടീച്ചർ ഇൻസ്ട്രക്ടറായിട്ട് മാറുന്നത്. ഓക്കെ, ദ സ്റ്റൈൽ ഓഫ് ടീച്ചിങ് 3 തരത്തിലേക്ക് വരുന്നുണ്ട്. ഇതൊക്കെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ മുഹമ്മദ് സാർ നിങ്ങൾക്ക് ക്ലാസ് എടുക്കും. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഏറ്റവും നല്ല ടീച്ചർ ഫെസിലിറ്റേറ്റർ ആണ്. ഇനി നിങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു സംഗതി ക്ലാസ്സിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. ആ ക്ലാസ്സിനെ മാനേജ് ചെയ്യുന്ന സമയത്ത് ഒറ്റ കാര്യം നിങ്ങൾ നോക്കേണ്ടതുള്ളൂ, ഇത്രയേ ഉള്ളൂ. എന്താ? ഇഫ് യു ഡോണ്ട് പ്ലാൻ, ദ സ്റ്റുഡന്റ് വിൽ പ്ലാൻ ഫോർ യു. ഇഫ് യു ഡോണ്ട് പ്ലാൻ ഫോർ ദ ക്ലാസ്, ദ സ്റ്റുഡന്റ് വിൽ പ്ലാൻ ഫോർ യു. ഇനി നാളെ നടക്കാൻ പോകുന്ന എല്ലാ ടോപ്പിക്കുകളും നിങ്ങൾ ഈ ഒരു കൺസെപ്റ്റ് ആയിട്ടൊന്ന് കൊളത്തി നോക്കുക. ഓരോ കാര്യങ്ങളും പറയുമ്പോൾ നിങ്ങൾ ഭാഷ എന്ന് പറഞ്ഞു, ഭാഷ നല്ല ഭാഷയിലൂടെ നിങ്ങൾ സംസാരിക്കുമ്പോൾ ആ ഭാഷ ശരിയായില്ലെങ്കിൽ കുട്ടികൾ നിങ്ങൾക്ക് വേണ്ടി നല്ല ഭാഷ ഉണ്ടാക്കും. കുട്ടികൾക്ക് വേണ്ടി നിങ്ങളൊരു ഭാഷ ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ കുട്ടികൾ നിങ്ങൾക്ക് വേണ്ടി ഭാഷ ഉണ്ടാക്കും. കണക്ക് പഠിപ്പിക്കാൻ നിങ്ങൾ കൃത്യമായൊരു ബോധനശാസ്ത്രം ക്ലാസ്സിൽ ഉണ്ടാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി മറ്റൊരു ബോധനശാസ്ത്രം കുട്ടി ഉണ്ടാക്കും. ഇത്തരത്തിൽ നിങ്ങൾ അതിനെ കണ്ടുകൊണ്ട് പോകണം. ഇനി വീണ്ടും വരുന്നു, സ്റ്റുഡന്റ് വിൽ മിസ്ബിഹേവ്. സൈക്കോളജിയാണ്. കുട്ടി എപ്പോഴും മിസ്ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കും. കുട്ടി നേരെ ക്ലാസ്സിലിരിക്കണം എന്ന് നിങ്ങൾ പറയരുത്. എന്തുകൊണ്ടാ? കുട്ടി വലിയ ആളല്ല, കുട്ടി കുട്ടിയാണ്. കുട്ടിയാവുമ്പോൾ കുട്ടീന്റെ പ്രശ്നങ്ങളൊക്കെ കുട്ടിക്ക് ഉണ്ടാകും. അത് നമ്മൾ മനസ്സിലാക്കണം. മിനിമൈസ് ദ പവർ ഡിഫറൻഷ്യൽ. അധികാരത്തിന്റെ ഡിഫറൻസ് കുറക്കുക. ഞാൻ വലിയ അതോറിറ്റി ആണെന്ന് നിങ്ങൾ ഒരിക്കലും കാണരുത്. നോ ദ പവർ ഓഫ് പ്രോക്സിമിറ്റി. കുട്ടിയുടെ അടുത്തേക്ക് ചെല്ലാനുള്ള കഴിവ് നിങ്ങൾ കൂട്ടുക. അങ്ങനെ വരുമ്പോൾ കുട്ടിയുടെ മിസ്ബിഹേവിയർ നിങ്ങൾക്കൊരു പ്രശ്നമായിട്ട് മാറില്ല. ഡിസിപ്ലിനും മാനേജ്മെന്റും തമ്മിലുള്ള ഒരു വ്യത്യാസം കൂടെ ഞാൻ ഇതിന്റെ കൂടെ കൂട്ടിച്ചേർക്കാം. എന്താണ് അച്ചടക്കം എന്ന് പറയുന്നത്? ദ റിയാക്ഷൻ ടു മിസ്ബിഹേവിയർ ആഫ്റ്റർ ഇറ്റ് ഹാസ് ഒക്കേർഡ്. ദെൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ആക്ഷൻ ദാറ്റ് പ്രിവെന്റ് മിസ്ബിഹേവിയർ ഫ്രം ഒക്കറിങ് എന്നുള്ളതാണ്. ഒരു പ്രശ്നമുണ്ടാക്കി അത് ഉണ്ടായതിനു ശേഷം അത് പരിഹരിക്കുന്നത് അച്ചടക്കം മെയിൻറ്റെയിൻ ചെയ്യലാണ്. പക്ഷേ അത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാവാതെ നോക്കുന്നവനാണ് ഏറ്റവും നല്ല മാനേജർ. അതാണ് അധ്യാപകൻ എന്ന് പറയുന്നത്.
അപ്പൊ നിങ്ങൾ ഈ കേട്ടറ്റിന്റെ ഓരോ വിഷയങ്ങളും പിന്നെ പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ സമീപനത്തിലേക്ക് ഓർമ്മ വരേണ്ടത് ഇത്തരത്തിലൊരു മാനേജർ ആവണോ ഞാൻ, അതോ ഇത്തരത്തിലൊരു ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു അച്ചടക്ക പാലകനാവണോ ഞാൻ? ഇതൊക്കെ ജനറൽ ആയിട്ട് നിങ്ങൾ ഈ ഇൻസൈറ്റിന് വേണ്ടി ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ്. ബേസിക് റിക്വയർമെന്റിലേക്ക് പോകുന്നു. ഇതൊക്കെ വെറുതെ കാണിക്കുന്നതാണ്. ഒരു ടീച്ചിങ് പൂർണ്ണമാവണമെങ്കിൽ കുട്ടി വേണം, കുട്ടിയോടൊപ്പം മെത്തഡ് വേണം, കരിക്കുലം വേണം, സൊസൈറ്റി വേണം, ടീച്ചിങ് ലേണിംഗ് വേണം, പാരന്റ് വേണം. ഇതെല്ലാം ഉണ്ടാകുമ്പോഴാണ് ഉണ്ടാകുക. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന ആ കേട്ടറ്റിന്റെ 3 പേപ്പറിനെയും നിങ്ങൾ ഇതുമായിട്ട് കണക്ട് ചെയ്യണം. ബോധനശാസ്ത്രം പറയുമ്പോൾ മെത്തേഡിലേക്ക് വരണം, കരിക്കുലത്തിലേക്ക് വരണം, സൊസൈറ്റിയിലേക്ക് വരണം, ടീച്ചിങ് ലേണിംഗിലേക്ക് വരണം, ആക്ടിവിറ്റീസിലേക്ക് വരണം, പാരന്റിലേക്ക് വരണം. ഇങ്ങനെ ഓരോന്നിനെയും സമഗ്രമായിട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയണം. എന്നിട്ട് നിങ്ങൾ പ്രിപ്പറേഷൻ റെഡിയാക്കണം. ഞാനതിലേക്ക് ഇനി നീട്ടുന്നില്ല. ടീച്ചിങ്ങിന്റെ 3 ഘട്ടങ്ങൾ, ടീച്ചിങ്ങിനെ ഈ പറയുന്ന എല്ലാ സിലബസിലും ഏത് കേട്ടറ്റിന് വേണ്ടിയിട്ടുള്ള 3 ഏരിയ നിങ്ങൾ പഠിക്കുകയാണെങ്കിലും ആ 3 ഏരിയയും ബോധനശാസ്ത്രവും ഭാഷയും സബ്ജക്ട് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഈ 3 ഘട്ടങ്ങളിലേക്ക് നിങ്ങൾ, ടീച്ചിങ്ങിന്റെ തൊട്ട് മുമ്പുള്ള ഘട്ടം, ടീച്ചിങ് നടത്തുന്ന ഘട്ടം, ടീച്ചിങ് കഴിഞ്ഞതിന് ശേഷമുള്ള ഘട്ടം. ഈ ഒരു ജനറൽ ഓറിയന്റേഷൻ എടുക്കുന്നതിന് മുമ്പേ വരെയുള്ള ഈ സ്ലൈഡ്, ഈ ഒരു പ്രഭാഷണം ഞാൻ തുടങ്ങുന്നതിന് മുമ്പേ വരെയുള്ള സമയം, പ്രഭാഷണം തുടങ്ങി അവസാനിക്കുന്നത് വരെയുള്ള സമയം, പ്രഭാഷണം കഴിഞ്ഞതിന് ശേഷമുള്ള സമയം, ഇത് 3ഉം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ 3 മേഖലകളിലായി നിങ്ങൾ ഇനി കേട്ടറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും ഡിവൈഡ് ചെയ്ത് ഒരു ഫയലാക്കി വെക്കണം. ഞാൻ കേട്ടറ്റിന് വേണ്ടി പഠിച്ച കാര്യങ്ങൾ, അത് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പുമായിട്ട് ബന്ധപ്പെട്ടത്. ഞാൻ കേട്ടറ്റിന് വേണ്ടി പഠിച്ച കാര്യങ്ങൾ ക്ലാസ് തുടങ്ങി ക്ലാസ് അവസാനിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടത്. ഞാൻ കേട്ടറ്റിന് വേണ്ടി പഠിച്ച കാര്യങ്ങൾ ക്ലാസ് അവസാനിച്ചതിന് ശേഷം അടുത്ത ക്ലാസ് തുടങ്ങുന്നത് വരെയുള്ള സമയം. ഇങ്ങനെ 3 ഫേസ് ആയിട്ട് ഈ എല്ലാ പഠന മേഖലയും ഈ ക്ലാസ്സുകൾ മൊത്തം നമ്മളെ കോച്ചിങ് കഴിയുമ്പോൾ നിങ്ങൾ അതിനെ ക്ലാസിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം. അങ്ങനെ കഴിഞ്ഞാൽ ഒരു നല്ല സമഗ്രമായ ഭാവം നിങ്ങളുടെ മനസ്സിലുണ്ടാകും, ആൻസർ ചെയ്യാൻ എളുപ്പമായിരിക്കുകയും ചെയ്യും. ഇനി 3 ലെവലിൽ പഠിപ്പിക്കുക, ഇതും കൂടെ പറഞ്ഞ് ഞാൻ ഇതിനെ ക്ലോസ് ചെയ്യും. പഠനത്തിന്റെ വ്യത്യസ്തമായ ലെവലുണ്ട്. നമ്മൾ പഠിക്കുന്ന ലെവലും ഇതേപോലെ തന്നെയാണ്, കുട്ടിയെ പഠിപ്പിക്കുന്ന ലെവലും അങ്ങനെ തന്നെയാണ്. കേട്ടറ്റിന് വേണ്ടി നിങ്ങൾക്ക് ഒരു ലെവലിൽ പഠിക്കാം, അത് മെമ്മറി ലെവലാണ്. പല പ്രസിദ്ധീകരണശാലകളൊക്കെ കേട്ടറ്റ് പരിശീലനം എന്ന് പറയുന്ന പുസ്തകം വാങ്ങിയിട്ട് ആ പുസ്തകത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ മനഃപ്പാടമാക്കി റിവൈസ് ചെയ്ത് പഠിക്കാം. ദാറ്റ് ഈസ് മെമ്മറി ലെവൽ. അണ്ടർസ്റ്റാൻഡിങ് ലെവൽ അല്പം കൂടെ അഡ്വാൻസ്ഡ് ആണ്. അങ്ങനെ പുസ്തകങ്ങളൊക്കെ വായിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് കേട്ടറ്റിന്റെ ചോദ്യങ്ങളുടെ വിവിധ തലങ്ങളെക്കുറിച്ചും അതിൽ മുമ്പ് എഴുതിയ ആളുകളുമായിട്ടുള്ള ഇന്ററാക്ഷനും ഇതേപോലെയുള്ള ഡിസ്കഷനിലൊക്കെ പങ്കെടുത്ത് കമ്പൈൻ സ്റ്റഡിയൊക്കെ നടത്തി അതിനെക്കുറിച്ച് കൂടുതൽ ധാരണ ഉണ്ടാക്കുന്ന ഒരു തലത്തിലേക്ക് നിങ്ങൾക്ക് ഇതിനെ പരിശീലിക്കാം. 3ാമത്തെ തലം ആപ്ലിക്കേഷൻ ലെവൽ. ഒരു വേള 2 ക്ലാസ് ഇവിടെ കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു മേഖലയിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ ആഡ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുകയാണെങ്കിൽ ഒരു പാർട്ടിസിപ്പന്റ് ലെവലിൽ നിന്ന് ഒരു പ്രസന്ററുടെ ലെവലിലേക്ക് ഇവിടെ വന്നിട്ട് മറ്റുള്ള ആളുകൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കാൻ നിങ്ങൾ കാണിക്കുന്ന മിടുക്കുണ്ടല്ലോ, അതിനെയാണ് ആപ്ലിക്കേഷൻ ലെവൽ എന്ന് പറയുന്നത്. അതും സാധിക്കും. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ക്ലാസ് എടുക്കാൻ പറ്റും, ഈ പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ക്ലാസ് എടുക്കുക. ലാംഗ്വേജ് പരിശീലിക്കാൻ വേണ്ടി നമ്മൾ പറയാറുണ്ടല്ലോ, ഒരു കാര്യം ആലോചിച്ചിട്ട് നിങ്ങളെ തന്നെ പഠിപ്പിക്കുക. അതിനെന്താ, നിങ്ങൾ തന്നെ വിദ്യാർത്ഥി, നിങ്ങൾ തന്നെ അധ്യാപകൻ. പ്രയോഗവൽക്കരിക്കുക. അവസാനം റിഫ്ലക്റ്റീവ് ലെവലിലാണ് നിങ്ങൾ ഈ കേട്ടറ്റിന്റെ ചോദ്യത്തിന് കറക്റ്റ് ആൻസർ കണ്ടെത്തുന്നത്. അതും ആൻസറാണ്, ഇതും ആൻസറാണ്. പക്ഷേ ആത്മവിശ്വാസത്തോടെ നിങ്ങൾ പറയണു അതല്ല ആൻസർ, ഇതാണ്, ഐ എം ഷുവർ എന്ന് പറഞ്ഞാൽ എനിക്ക് അതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടെന്നാണ്. ആ തലത്തിലേക്ക് ആൻസറിനെ കോൺഫിഡന്റ് ആയിട്ട് പിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നത് എപ്പോഴാണ്? മെമ്മറിയും അണ്ടർസ്റ്റാൻഡിങ്ങും ആപ്ലിക്കേഷനും ഒരു ഏരിയയെ കുറിച്ച് നിങ്ങൾക്ക് ഉണ്ടാകുമ്പോഴേ നിങ്ങൾക്ക് റിഫ്ലക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഐ റിപ്പീറ്റ്, മെമ്മറിയും അണ്ടർസ്റ്റാൻഡിങ്ങും ആപ്ലിക്കേഷനും ഉണ്ടാകുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അത് റിഫ്ലക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ ഇനി അവസാനം ഇവാലുവേഷൻ സിസ്റ്റമാണ്. ഇവാലുവേഷൻ സിസ്റ്റത്തെ കുറിച്ചുള്ള ഒരു ധാരണയും നമുക്ക് ഉണ്ടായിരിക്കണം. ഏത് ഏരിയ എടുക്കുകയാണെന്നുണ്ടെങ്കിലും അത് കണ്ടിന്യൂസ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ ആണ്. പ്രോസസ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദി പ്രോഡക്റ്റ് എന്നാണ് പുതിയ ഇവാലുവേഷന്റെ രീതിയെ കുറിച്ച് പറയുന്നത്. പ്രോസസ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദി പ്രോഡക്റ്റ്.
അപ്പൊ ഈ രീതിയിൽ അധ്യാപനത്തിന്റെ ഒരു ചെറിയ ചിത്രമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിച്ചത്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ അത് എലാബറേറ്റ് ചെയ്ത് നിങ്ങളിലേക്ക് വരും. എന്ത് വിഷയം നിങ്ങൾ ഈ കേട്ടറ്റിന് വേണ്ടി പരിശീലിക്കുകയാണെങ്കിലും അതിന്റെ ബേസ് ഈ പറയുന്ന അധ്യാപന മേഖല ആയിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഒരു ബേസിക് ആയിട്ട് തന്നത്. ഈ ഒരു പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഈ വിഷയത്തെ നോക്കിക്കാണുക. ഇതോടൊപ്പം നിങ്ങൾ സിലബസുമായിട്ട് ചെയ്യേണ്ട 1-2 കാര്യങ്ങളോട് സൂചിപ്പിച്ച് ഞാൻ നിർത്താം. അത് മറ്റൊന്നുമല്ല, അധ്യാപന പരിശീലന അഭിരുചി പരീക്ഷ എന്ന അർത്ഥത്തിൽ ഇതിനെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ പരീക്ഷയ്ക്ക് സിലബസിൽ നമ്മളോട് ചോദിക്കാവുന്ന ഒരു മേഖലയാണ് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കും കേരള കരിക്കുലം ഫ്രെയിംവർക്കും. 2005 പ്രൊഫസർ എസ്പാലിന്റെ നേതൃത്വത്തിൽ ഒരു കരിക്കുലം ഫ്രെയിംവർക്ക് കൃത്യമായ രൂപത്തിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി നാഷണൽ ലെവൽ ഒരു ബോഡി രൂപീകരിച്ചത്. ആ ഒരു കരിക്കുലം ഫ്രെയിംവർക്കിന്റെ ചട്ടക്കൂടിൽ നിന്ന് സ്ലൈഡൊക്കെ ഉണ്ട്, ഞാനത് കാണിക്കുന്നില്ല. അതിൻ്റെ ഒരു എസെൻസ് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, അതുവരെ ഉണ്ടായിരുന്ന പഠന പ്രക്രിയയിൽ കൃത്യമായ മാറ്റം വിഭാവന ചെയ്യുന്ന ഒരു രീതിയായിരുന്നു അതിൽ ഉണ്ടായിരുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ലേണിംഗ് ബൈ ഹാർട്ട് എന്നുള്ള കൺസെപ്റ്റിനെ മാറ്റി. മറ്റൊന്ന് വിമർശനാത്മക പഠനം എന്നുള്ള പുതിയ സംഗതിയെ മുന്നോട്ട് വെച്ചു. മറ്റൊന്ന് പഠനം കുട്ടിക്കൊരിക്കലും ഭാരമാവരുത് എന്നുള്ളൊരു കൺസെപ്റ്റിൽ മുന്നോട്ട് വെച്ചു. നാഷണൽ ഫ്രെയിംവർക്കാണ് ഞാൻ പറഞ്ഞത്, NCF 2005. മറ്റൊന്ന് അധ്യാപകൻ ഭയങ്കര എക്സ്പെർട്ടായിട്ട് സർവ ആചാര്യനായി നിൽക്കുന്ന ഒരു കൺസെപ്റ്റിൽ നിന്ന് അധ്യാപകൻ ഒരു സഹായിയായ രൂപത്തിലേക്ക് വരണം എന്ന് ഈ ഒരു ചട്ടക്കൂട് പറഞ്ഞു. നേരത്തെ പറഞ്ഞ പ്രോസസ് ഈസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ ദി പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് വരും. സമൂഹത്തിന്റെ പ്രശ്നങ്ങളുമായിട്ട് നിരന്തരം സംവദിക്കുന്നതായിരിക്കണം വിദ്യാഭ്യാസം. അതിന്റെ ദേശീയ കാഴ്ചപ്പാട് അങ്ങനെ ആയിരിക്കണം. അല്ലാണ്ട് കുറെ വിഷയങ്ങൾ മനപ്പാഠം പഠിപ്പിക്കുകയോ കുറെ അറിവിന്റെ ബുദ്ധിജീവികളാക്കി കുട്ടിയെ മാറ്റുന്നതിനപ്പുറം ജീവിതഗന്ധിയായിരിക്കണം. പ്രാക്ടിക്കൽ ലൈഫിൽ അവന് യൂട്ടിലിറ്റി ഉണ്ടാവുന്ന കാര്യങ്ങളെ കരിക്കുലത്തിലേക്ക് കൊണ്ടുവരുന്നുള്ള സമീപനം വന്നു. അതുകൊണ്ട് തന്നെ സമൂഹവുമായി നിരന്തരം ബന്ധപ്പെടുന്ന ഒരു പാഠ്യപദ്ധതി ചട്ടക്കൂട് അതത് സംസ്ഥാനങ്ങൾ അവരുടെ സാഹചര്യം അനുസരിച്ച് രൂപപ്പെടുത്തിയെടുക്കണം എന്ന ഒരു നിർദ്ദേശമായിരുന്നു ഈ പറയുന്ന 2005 ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂട് മുന്നോട്ട് വെച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ കേരള കരിക്കുലം ഫ്രെയിംവർക്ക് 2007 നമ്മൾ രൂപപ്പെടുത്തി. ഈ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കിന്റെ അതേ ഒരു ഫോളോ അപ്പ് ആയിരുന്നു ശരിക്കും എസ്പാലും നമ്മുടെ MA ഖാദർ സാറൊക്കെ ആയിരുന്നു ഈ NCFന്റെ പിന്നിൽ പ്രവർത്തിച്ചത്. കേരളത്തിലും അതിന്റെ അതേ ശൈലിയിൽ പ്രശ്നാധിഷ്ഠിത വിദ്യാഭ്യാസം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ചിലപ്പം കേട്ടിട്ടുണ്ടാകും. സമൂഹത്തിൽ അന്ന് നിലനിന്നിരുന്ന ചില പ്രശ്നങ്ങളെ കരിക്കുലത്തിലേക്ക് കൊണ്ടുവന്ന് അതിനെ അഡ്രസ് ചെയ്യാൻ പ്രാപ്തമാകുന്നതായിരിക്കണം കേരളത്തിലെ വിദ്യാഭ്യാസം എന്ന കാഴ്ചപ്പാട് മുന്നിൽ നിന്നുകൊണ്ട് അധ്യാപകനെ സർവ ആചാര്യൻ എന്നുള്ള ഭാഗത്ത് നിന്ന് മാറ്റിയിട്ട് ഒരു സഹായിയാക്കി കുട്ടിയെ എല്ലാത്തിനും മുന്നിൽ നിർത്തി പാഠപുസ്തകം എന്ന് പറയുന്ന ഒരു റിസോഴ്സ് ബുക്കായിട്ട് അത് കണ്ടിരുന്ന സമയത്ത് അതൊരു ഗൈഡായി മാറ്റി, പാഠപുസ്തകം വെറും ഒരു ഗൈഡാക്കി മാറ്റി. എന്നിട്ട് സമൂഹത്തിൽ അന്ന് നിലനിന്നിരുന്ന ധാരാളം നേരിടേണ്ട പ്രശ്നങ്ങളെ വിദ്യാഭ്യാസത്തിന്റെ പ്രശ്നങ്ങളാക്കി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കൃഷി ഒരു സംസ്കാരമല്ലാത്ത അവസ്ഥ, വിശ്വമാനവൻ എന്ന കാഴ്ചപ്പാടിന്റെ അഭാവം, സാംസ്കാരികമായ പരിപ്രേക്ഷ്യത്തിന്റെ അഭാവം, ഇങ്ങനെ കുറേ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ ലിസ്റ്റ് ചെയ്ത് അത് വിദ്യാഭ്യാസത്തിലൂടെ അഡ്രസ് ചെയ്യുക എന്നുള്ള ഒരു തലത്തിലേക്ക് ഈ KCF 2007 വരികയുണ്ടായി. ഞാൻ നിങ്ങൾക്ക് NCFന്റെ അതേ കാഴ്ചപ്പാടാണ് KCF മുന്നോട്ട് വെച്ചത്. പക്ഷെ 2013 വീണ്ടും കേരള കരിക്കുലം ഫ്രെയിംവർക്ക് ഈ അന്നത്തെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിരുന്ന PK അബ്ദുൽ അസീസ് സാർ, അദ്ദേഹത്തിന്റെ ചെയർമാൻഷിപ്പിൽ വേറൊരു കമ്മിറ്റി വന്നിട്ട് 2013 ഈ KCF വീണ്ടും റിവൈസ് ചെയ്യുകയുണ്ടായി. അവിടെ ഒരു ചെറിയ ചേഞ്ച് വന്നു. ഈ 3 ഡോക്യുമെന്റും നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് മുമ്പ് ഒന്ന് വായിക്കണം. ഇത് പറയാനുള്ള സമയമല്ല, പക്ഷെ ഞാൻ അതിന്റെ ഇൻട്രോ തരികയാണ്. NCF 2005 KCF 2005 സമാനമായ രീതിയിൽ പോയതാണ്. ഞാൻ NCFനെ കുറിച്ച് ആദ്യം പറഞ്ഞ ഭാരമില്ലാത്ത പഠനം, ടീച്ചറുടെ അമിത പ്രാധാന്യം കുറയ്ക്കുന്ന പഠനം, വിമർശനാത്മക പഠനം, സമൂഹവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള പഠനം, കുറേയധികം വിദേശ അമേരിക്കനും അല്ലെങ്കിൽ യൂറോപ്യൻ ലാറ്റിൻ അമേരിക്കൻ സിദ്ധാന്തങ്ങളെ ഒക്കെ നോക്കിക്കണ്ടുകൊണ്ട് ഒരു ഗ്ലോബൽ പെർസ്പെക്റ്റീവിലാണ് അന്നൊരു ചട്ടക്കൂട് ഉണ്ടാക്കിയത്. പക്ഷേ 13 വന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ചില കാര്യങ്ങളിൽ ഈ NCF 2005 KCF 2007 മുന്നോട്ട് വെച്ച ചില കാര്യങ്ങൾക്ക് ഓപ്പോസിറ്റായ കാര്യങ്ങളാണ് KCF 2013 വന്നത്. ഇവിടെ അധ്യാപകൻ എന്നുള്ളത് അങ്ങനെ വെറും ഒരു വഴികാട്ടിയായിട്ട് വിടേണ്ട ആളല്ല. അധ്യാപകൻ അല്പം കൂടെ മാതൃകാ പുരുഷനായിട്ട് മാറണം.
ടെക്സ്റ്റ് ബുക്കിന് നിങ്ങൾ കുറച്ച് പ്രാധാന്യം അല്പം കൂടെ കൂട്ടണം. ടെക്സ്റ്റ് ബുക്ക് പ്രധാനപ്പെട്ട ഒരു സംഗതി തന്നെയാണ്. ഇത്തരത്തില് ചില ചില ഷിഫ്റ്റ് 2013 വന്നു. ഈ ഒരു കാര്യത്തെക്കുറിച്ച് നല്ലൊരു ബോധം നിങ്ങൾക്ക് ഉണ്ടാവണം. അപ്പൊ അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അതിലൊരു പൊളിറ്റിക്സ് ചേർക്കുകയാണ്. ഇതിൽ പൊളിറ്റിക്സ് ഒന്നുമില്ല, അക്കാഡമിക്സിൽ പൊളിറ്റിക്സ് ഇല്ല, എനിക്കും ആ കാര്യത്തിൽ പൊളിറ്റിക്സ് ഇല്ല. അതായത് ഒരു ഈ ഭരിക്കുന്ന ഐഡിയോളജിയും സ്വാഭാവികമായിട്ടും ഇത്തരം നയരൂപീകരണത്തിൽ റിഫ്ലക്ട് ചെയ്യും. ഇപ്പൊ കേന്ദ്രത്തിൽ BJP ഭരിക്കുമ്പോൾ BJPയുടെ നയവും ആ പാർട്ടിയുടെ നയവും ദേശീയ വിദ്യാഭ്യാസ കാഴ്ചപ്പാടിൽ ഉണ്ടാകും. നമ്മൾ ആരും വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല, അത് വരും. അതേപോലെ ഈ 2007 ഈ ദേശീയ KCF വരുന്ന സമയത്ത് ഇടതുപക്ഷ സമീപനമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഈ ഇടതുപക്ഷ സമീപനം ഒരു പക്ഷേ NCF നമുക്ക് ഇടതുപക്ഷം എന്ന് ഇവിടെ പറയപ്പെടുന്ന ആ സമീപനത്തിന്റെ ചില അലവലുകൾ അതിൽ കാണാൻ പറ്റും. അങ്ങനെയാണ് അതിന് സമാനമായ ഒരു സംഗതി KCF 2007 വന്നത്. പക്ഷെ 2013 UDF ഭരണം വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കാഴ്ചപ്പാടിൽ മാറ്റം ഉണ്ടായി. നമ്മൾ അതിനെ UDF NDF ഒന്നും കാണേണ്ട കാര്യമില്ല, മറിച്ച് ഇത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ബേസ്മെന്റ് ആണ് എന്ന് മനസ്സിലാക്കി ഈ ഡോക്യുമെന്റിനെ പഠിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഇതിനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഒരു വിഭാഗം പറയുന്നത് അധ്യാപകനെ ഭയങ്കര സംഭവമാക്കി മാറ്റണ്ട, മറ്റൊരു വിഭാഗം പറയുന്നു അധ്യാപകനെ കുറച്ച് സംഭവമാക്കി മാറ്റണം. ഒരു വിഭാഗം പറയുന്നു പുസ്തകം ഒരു വലിയ സംഭവമല്ല കുട്ടിയുടെ കാര്യത്തില്, പുസ്തകത്തിന് അപ്പുറത്ത് കുട്ടി അറിവ് സംഘടിപ്പിക്കട്ടെ എന്നാണ് പറഞ്ഞത്. മറ്റേ വിഭാഗം പറഞ്ഞത് പുസ്തകം പ്രധാനപ്പെട്ട സംഗതി തന്നെയാണ്, അതിനങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല. കേട്ടോ, രണ്ട് നിലപാടുകളാണ്. ഈ തരത്തില് NCF-നെയും KCF-നെയും KCF 2013-നെയും ഒന്ന് പുനർവായനയ്ക്ക് ഈ പരീക്ഷയ്ക്ക് മുമ്പ് നിങ്ങൾ വിധേയമാക്കണം. അത് നിങ്ങളെ ഈ പരീക്ഷയെ സഹായിക്കും. ആ പൊളിറ്റിക്സിന്റെ ഭാഗം നിങ്ങൾ നല്ല അർത്ഥത്തിൽ മാത്രം ഉൾക്കൊള്ളുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ അർത്ഥത്തിൽ നാളെ തൊട്ട് നമ്മൾ സംഘടിപ്പിക്കുന്ന ഈ ഓറിയന്റേഷൻ പരിപാടി വളരെ കൃത്യമായി സമയത്ത് തന്നെ മുഴുവനായി പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. എന്നിട്ട് ഞാൻ ഇന്ന് ചർച്ച ചെയ്ത ഈ പറയുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ഈ പോയിന്റ് ആയിട്ട് ഇന്ന് അതിനെക്കുറിച്ച് ആലോചിക്കുക. എന്നിട്ട് തികച്ചും വ്യത്യസ്തമായ രീതിയിൽ കേരളത്തിലെ മറ്റ് വിദ്യാർത്ഥികൾ കേട്ടറ്റിനെ സമീപിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ യുണീക്കായിട്ടുള്ള ഒരു രീതിയിൽ, നിങ്ങളുടേതായ രീതിയിൽ, നമ്മളുടേതായ രീതിയിൽ ഈ പരീക്ഷയെ നേരിടാൻ നമ്മൾ തയ്യാറാകണം. നല്ലൊരു ഫ്യൂച്ചർ നിങ്ങളുടെ മുമ്പിലുണ്ട്. റിസൾട്ട് വരുമ്പോൾ 19-21 ബാച്ചിലെ മുഴുവൻ കുട്ടികളും ക്വാളിഫൈ ചെയ്യുന്ന ഒരു ശുഭവാർത്ത ഫറൂഖ് ട്രെയിനിങ് കോളേജിന് ഉണ്ടാകും. ഇതോടൊപ്പം നമ്മുടെ അതിഥികളായിട്ട് ചേർന്നിരിക്കുന്ന വിദ്യാർത്ഥികളും നമ്മോടൊപ്പം ക്വാളിഫൈ ചെയ്യും. അവരും നമ്മളുടെ കുട്ടികൾ തന്നെയാണ്. ആ അർത്ഥത്തിൽ ഏറ്റവും മനോഹരമായ റിസൾട്ട് ഉണ്ടാവാൻ വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായി പണിയെടുക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഒരു പ്രോജക്റ്റ് ഇവിടെ നടത്തുന്ന എൻ്റെ ഒരു ടീം, നൗഫൽ സാറിന്റെ നേതൃത്വത്തിലുള്ള ഈ പ്രോജക്റ്റ്, ആബിസ് സാറിന്റെ ഗുരുദർശൻ, വിജി ടീച്ചറും നിരഞ്ജന ടീച്ചറും മനോജ് സാറൊക്കെ ഉൾക്കൊള്ളുന്ന OCLP, അതോടൊപ്പം മറ്റ് കോളേജിലെ ഒരുപാട് പ്രോജക്റ്റുകൾ, ഇതിനെല്ലാം മുന്നിൽ നിൽക്കുന്ന FTCA, ഈ ഒരു പ്രോജക്റ്റിന്റെ കൂടെ നിങ്ങൾ അതിനൊക്കെ അപ്പുറം എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ നൽകുന്ന പിന്തുണ, നിങ്ങളുടെ നല്ല മനസ്സ്, ഇത്തരം കാര്യങ്ങളാണ് ഈ കോളേജിനെയും ഈ ക്യാമ്പസിനെയും ഇത്തരം പ്രസ്ഥാനങ്ങളെയും മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് ആ തരത്തിൽ നിങ്ങൾ ഇതിനെ നോക്കിക്കാണണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഒരു ജനറൽ ആയിട്ടുള്ള ഓറിയന്റേഷൻ ഞാനിവിടെ ഉപസംഹരിക്കുകയാണ്. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഉന്നത വിജയം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു.